അടിച്ചു, നമ്മൾ അടിച്ചു. സാധിച്ചിട്ടേ മാറാ, സാധിച്ചിട്ട്. ഇതിനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്, ഈ ഒരു മോഹൻലാലിനെ കാണാൻ വേണ്ടി. അതെ അതെ. എത്ര നാളിന് ശേഷമാണ് പുള്ളിയുടെ മാക്സിമം കാലിബർ പുറത്തെടുത്തിട്ട് ഒരു പടം വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ബാക്കിയല്ല, ഇൻ കേസ് നമ്മൾ ദൃശ്യം എടുക്കുകയാണെങ്കിൽ തന്നെയും അതൊരു സമയം കഴിയുമ്പോൾ നമ്മൾ അതിനകത്തൊരു എന്താ പറയുക, ഒരു നിസ്സഹായാവസ്ഥയാണ് നമ്മൾ അതിനകത്ത് കൂടുതൽ. ഇതിനകത്ത് എല്ലാ ഇമോഷനും ടോപ്പ് ടു എൻഡ്, സന്തോഷം, കുസൃതി, എന്താ പറയുക, സങ്കടം, ദേഷ്യം, എല്ലാം വാരിക്കോരി. സന്തോഷം. സത്യം പറഞ്ഞ പടം വിജയിച്ചതിനേക്കാളും എനിക്ക് ഭയങ്കര സന്തോഷം. ഒരു നമ്മളൊക്കെ മിസ് ചെയ്തൊരു മോഹൻലാലല്ലേ, നമ്മുടെ ഒരു ഫാൻ എന്ന നിലയിൽ നമ്മുടെ ആരാധകനെ സാറ്റിസ്ഫൈ ചെയ്ത മോഹൻലാൽ. അത് കംപ്ലീറ്റ്ലി ഈ പടത്തിനകത്ത് ഓരോ ഇമോഷൻ, അതൊന്നും ചുമ്മാ ഇൻജെക്ട് ചെയ്ത് വെച്ചേക്കുന്ന സീൻസ് ഒന്നും അല്ല, എല്ലാം കൂളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, കൂളായിട്ട് ഒരു ഹേറ്ററിന് പോലും വന്ന് ക്ലാപ്പ് ചെയ്തിട്ട് പോവാം. അതെ, അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഈ സ്ലീപ്പർ സെല്ല് എന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലോ, എന്റെ ഉള്ളിൽ കിടക്കുന്ന സ്ലീപ്പർ സെല്ല് മോഹൻലാൽ ആരാധകൻ പോയി കൊണ്ട് പിടിച്ച് കൊണ്ട് തിയേറ്ററിൽ കൊണ്ടിരിക്കും. ആടിപ്പോളി പടം, ആടിപ്പോളി. തീർന്നു കഴിയുമ്പോ പറയാം ഇത് സൂപ്പർ ഹിറ്റ് ആണെന്ന് ഉറപ്പിച്ച് പറയാം, 100%. അത് തരുൺ വൃത്തി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ ഓൾറെഡി. ഇത് കണ്ടു കഴിഞ്ഞപ്പോ എന്ത് തോന്നി? നിങ്ങളാണ് പടം ഓൾറെഡി രണ്ടുപേരും കണ്ടു കഴിഞ്ഞു, അപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ എന്ത് തോന്നി? ഐ ആം ഫീലിംഗ് വെരി പ്രൗഡ് എന്ന് പറഞ്ഞു പുള്ളി. അത് അത്രയും ഒരു ഇമ്പാക്ട് അത് ഉണ്ടാക്കിയോണ്ട് ആ പടം കണ്ടു കഴിഞ്ഞപ്പം അതുണ്ടായതുകൊണ്ടാണല്ലോ അങ്ങനത്തെ അത് പറയാൻ പറ്റില്ല പടം റിലീസിന് മുമ്പ്. അപ്പൊ അത് സംഭവം ഇറുക്ക്. ഇത് നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊരു മോഹൻലാൽ ആരാധകനാണെങ്കിലും അല്ലെങ്കിലും ഈ പടം മസ്റ്റായിട്ട് പോയി കാണണം. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ മിസ്സായിട്ടുള്ള ഒരു ലാലേട്ടൻ, അതൊക്കെ ഒരു പിച്ചി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതെ, അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അടിപൊളി സ്ക്രിപ്റ്റ്, അത് നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു മൈനസ് പറയാൻ ഈ ചിത്രത്തിലില്ല. ആര് പറയുന്നു ഇപ്പൊ? അല്ലെ, നമ്മളൊന്ന് ചകഞ്ഞു പരിശോധിച്ച് നോക്കിയാൽ പോലും ഒരു നിരൂപകൻ എനിക്ക് തോന്നില്ല ഒരു മൈനസ് പറയാനുണ്ടെന്ന്. അത് വെച്ചാൽ പടം കണ്ടിട്ട് ഇറങ്ങുന്നവരെല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടല്ലേ ഇറങ്ങുന്നത്, അല്ലാതെ ആ പടം അത് നന്നാവായിരുന്നു, അത് ഇത് നന്നാവായിരുന്നു എന്ന് പറയുന്നില്ലല്ലോ. ഇല്ല മറ്റേ അതിന് മുകളിൽ നിന്നായിരുന്നെങ്കിൽ കൊള്ളാനും അങ്ങനൊന്നുമില്ല. ഇതാണ് കൊള്ളാവുന്നത്. ഇത് നല്ലൊരു വീട്ടിലും പടം, അത് മസ്റ്റായിട്ടും എല്ലാരും പോയി കാണേണ്ട ഒരു അടിപൊളി പടമാണ്. സത്യം പറഞ്ഞാൽ ഇതിനായിട്ട് നമ്മൾ മിസ് ചെയ്തോണ്ട് ഈ ഒരു മോഹൻലാൽ അല്ലേ, ഈ ഒരു ക്യാരക്ടർ എന്റെ അച്ഛനൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന മോഹൻലാലിന്റെ പടം ഇറങ്ങാൻ തലമുറകൾ നായകൻ എന്ന് പറയുന്ന നമ്മള് അച്ഛനാണെങ്കിൽ അന്ന് രാത്രി നമ്മള് പോവാ. അന്ന് ടിക്കറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല. വൈകുന്നേരം അഭിപ്രായം കേട്ട് പടം ഇറങ്ങുന്നു, പടം ഇറങ്ങുന്നു, അഭിപ്രായം കൂടെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ 9:30 ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് 9:30 ഷോപ്പ് അടച്ചിട്ട് തിരിച്ചു വരുന്നു. അപ്പോഴേ നമ്മൾ വണ്ടിക്കകത്ത് കയറുന്ന ഒറ്റ പോക്ക് 9:30 ഷോ. സെക്കൻഡ് ഷോ തീരെ ആരാധകരായിരുന്നു ഞങ്ങൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഷോ നമുക്ക് പറ്റിയ ടൈമിങ്ങിലുള്ള ഷോ ആണ് സെക്കൻഡ് ഷോയ്ക്ക് എല്ലാവരും കൂടെ പോവാം. എല്ലാവരും കൂടെ പോയിരുന്ന് മോഹൻലാലിന്റെ സിനിമയാണെങ്കിൽ അപ്പോഴേ ഇല്ല പറഞ്ഞ പോലെ പോസ്റ്ററുകൾ കാണുന്നത്. അത് ചില സമയത്ത് ചില പടങ്ങളൊക്കെ പോകുന്ന വഴിക്കാണ് പോസ്റ്റർ മോഹൻലാലിന്റെ പടം റിലീസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ തിരിച്ച് വേറെ പടത്തിനാൻ കയറുക. അതായത് ആ മോഹൻലാലിന്റെ പടത്തിന് അപ്പോഴേ തിരിച്ചാൽ കയറുക. മോഹൻലാലിന്റെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ആ ഒരു രീതിയിലോട്ട് നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഈ തുടരും തോന്നിയത്. തുടരും അത് അവസാനത്തെ എൻഡിങ്ങിൽ നിങ്ങൾ ഈ പടം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്ക്ലൈമർ നമ്മൾ ഇതിനകത്ത് പടത്തിനകത്ത് നമ്മൾ വെരി വെരി ഹാപ്പിയാണ്. പടം അടിപൊളി പടമാണ്, മസ്റ്റായിട്ടും പോയി കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു പടമാണ്. ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ പോയി കാണുക. മസ്റ്റായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഒരു 4K ഡോൾബി അറ്റ്മോസ്ഫിയർ സൗണ്ട് ഉള്ള തിയേറ്റർ എടുത്താൽ ഏറ്റവും നല്ലത്. കാരണം അതിന്റെ ഔട്ട് അതാണ്. അത് അങ്ങനെയാണ് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തന്നെ എടുത്താൽ എനിക്ക് പ്യുവർ അതിന്റെ ക്വാളിറ്റി ഫുള്ള് കിട്ടും. നല്ല കിടിലോട്ട് പണിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് കേൾക്കേണ്ടത്. അതെ, ആ മ്യൂസിക് ഉണ്ടല്ലോ നമ്മുടെ ആ ചെമ്പഴുക്കാന്നുള്ള ആ പാട്ട് എനിക്ക് എന്ത് സൂതനിയായിരുന്നു. ആ കുറെ നാൾക്ക് ശേഷം സത്യം പറഞ്ഞ ഒരു പാട്ട് കേട്ട് നമ്മൾ ഭ്രമിച്ചിരുന്നു പോയത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പാട്ട്, അടിപൊളി ഒരു പാട്ട്, ടൈറ്റിൽ കാണുന്ന പാട്ടും പിന്നെ ഈ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പാട്ട് ഭയങ്കര രസമായിട്ട്. അതുപോലെ തന്നെ ചില BGMs ഒന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോലും
പറ്റാത്ത രീതിയിലാണ് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ. ചില സാധനങ്ങൾ നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കും. അവസാനത്തെ മറ്റേ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്, ആ ഒരു എന്താ പറയുക ട്രൈബൽ സോങ് പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ, അതൊക്കെ നല്ലോണം നമ്മുടെ ഹിറ്റ് ചെയ്യും. ആ ഒരു കാടിന്റെ ഭീതിയും പിന്നെ നമ്മുടെ എല്ലാം ലങ്കനുണ്ടല്ലോ ഇവിടെ അയ്യപ്പനും കോശിയിലെ പുള്ളിന്റെ ഒരു വൈബ് കിട്ടും നമുക്ക് അവിടെ. അതെ അതെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫസ്റ്റായിട്ട് പടം പോയി കാണണം. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതിൽ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പടത്തിനെ ഒന്ന് നമ്മുടെ സന്തോഷം പങ്കുവെക്കുകയാണ്. നമ്മളെ എക്സൈറ്റ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞില്ലെങ്കിൽ അതെ നമുക്കൊരു വശം. അതെ, അതുകൊണ്ട് കാണാത്തത് കാണുക, അത് കഴിഞ്ഞിട്ട് കാണുക. അത് കഴിഞ്ഞിട്ട് വന്നത് വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിന്റെ അപ്പോഴും തുടരും. നിങ്ങൾ അതിന്റെ താഴെ കമന്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. ഞങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ കമന്റ് ചെയ്യണം, പറയട്ടെ. നമുക്ക് നമ്മൾ കാണാത്ത രീതിയിൽ എന്തെങ്കിലും അവർ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉള്ളത് നമ്മൾ മിസ് ചെയ്ത് അങ്ങനെ പറഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ കാണാം. അടിപൊളിയായിട്ട് മോഹൻലാലിന്റെ പഴയ കാലത്ത് നമ്മൾ റിപ്പീറ്റ് കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ സിനിമയിലുണ്ട്. അതെ അതെ. തിയേറ്റർ മസ്റ്റ് ആയിട്ട് മിസ് ചെയ്യരുത് ഈ പടം. മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മിസ്സിങ് തന്നെ ആയിരിക്കും. അതെ, നമ്മൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ ഇനി അങ്ങോട്ട് സ്പോയിലറാണ്. അതെ, കാണാത്തവര് ഇവിടെ നിർത്തി. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ. തുടരും. അപ്പോ ഫസ്റ്റ് എവിടെ തുടങ്ങണം? എനിക്ക് ഞാൻ ആദ്യമേ പറയാം, മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് ഇത്ര എഫേർട്ട്ലെസ് ആയിട്ട് തോന്നുന്നു. വേറെ ഏതെങ്കിലും ഒരു ആക്ടർ, ഞാൻ അടിവരായിട്ട് പറയാണ്, ഏതെങ്കിലും ഒരു ആക്ടർ ചെയ്യുകയാണെങ്കിൽ ഇത്ര എഫേർട്ട്ലെസ് ആയിട്ട് തോന്നില്ല. അവർ കിടന്ന് കഷ്ടപ്പെട്ടന്നെ. കാരണം വെച്ചാൽ എന്തെല്ലാം ഇമോഷൻസിലൂടെയാണ് ക്യാരക്ടർ കടന്നു പോകുന്നത്. എന്തെല്ലാം ഇമോഷൻസ്, ചില സീൻസ് ഉണ്ട്, 2 സീൻ ഒരു ഒറ്റ പടത്തിൽ ഫുൾ സാധനം ഉണ്ട്. അതെ അതെ, എല്ലാ ഇമോഷൻ. ഫാമിലി ഡ്രാമ എന്ന് പറഞ്ഞാൽ ഫാമിലി എന്തൊക്കെ ഡ്രാമ ഉണ്ടോ അതെല്ലാം കടന്നു പോകും. അതെ, കംപ്ലീറ്റ്. അതായത് ഫാമിലി നമ്മൾ ഇപ്പം എനിക്ക് എപ്പോഴും ദൃശ്യം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ ദൃശ്യത്തിനകത്ത് ഫസ്റ്റ് ഹാഫില് മോഹൻലാല് എന്താ പറയുക ലാലേട്ടൻ ഒരു കുഴി എടുത്തിട്ട് അതിനകത്ത് നിൽക്കുന്ന സമയത്ത് മീന വന്നിട്ട് ഒരു ഡയലോഗ് പറയുമ്പോൾ ആണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു കുസൃതി ഉണ്ടല്ലോ, ആ ഒരു കുസൃതി അവിടെ മാത്രമേ ഉണ്ടാകും. പക്ഷെ ഇതിനകത്ത് അങ്ങനല്ല. നമ്മൾ ആ കുഴിക്കാത്തതുകൊണ്ട് പറയുന്ന ആ കുസൃതിയാണ് പഴയ ലാലേട്ടൻ ആ ഒരു പോയിന്റിൽ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ നിരവധി മൊമെന്റുകൾ ഇതിനകത്തുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നിരവധി മൊമെന്റുകളുണ്ട്. ആ ഒരു സോങ് തന്നെ മൊമെന്റുകളാണ്. ഞാൻ പറഞ്ഞ ആ സോങ് കണ്ടപ്പോ എനിക്ക് സിനിമയായിട്ടാ തോന്നിയത്. ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ആ വീട് ചിത്രീകരിച്ച രീതിയും അല്ലെ, വീടുകള് ഫസ്റ്റിലെ ടൈറ്റിൽ കാർഡിനകത്ത് തന്നെ ആണെങ്കിലും ആ എന്താ പറയുക മറ്റേ ഫോട്ടോകൾ അത് കാണിച്ചു. അത് നമ്മുടെ ഒരാളുടെ, നമ്മുടെ വീട്ടിൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ഒരാളുടെ ഒരു ചേട്ടന്റെ ഒരു ഫോട്ടോ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഫീലിംഗ് തന്നെയാണ് അത് കാണിക്കുന്നത്. നമ്മുടെ പഴയ ആൽബങ്ങൾ തുറന്നു നോക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും അവിടെ. അതെ, മോഹൻലാൽ അത്രത്തോളം മലയാളികൾ ആ മനസ്സിനുള്ളിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രധാന തെളിവാണ് ആ ഒരു സമയത്തെ ഫോട്ടോ കാണുമ്പോൾ അയ്യോ മോഹൻലാൽ ഇങ്ങനെ ആയിരുന്നല്ലോ അങ്ങനെ ആ ഒരു ഇത് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പാട്ടില് ഫാമിലി കാണിക്കുക. അതെ, ഫാമിലി ആ ഒരു മൊത്തത്തിൽ ആ ഫാമിലി എന്താണ്, ആ വീട്ടിലെ 2 പട്ടികൾ, അതിന്റെ ഒരു ഇമോഷൻ, പട്ടിയുടെ അഭിനയം കൂടെ സംഭവിച്ചു. ചാടി ആ കഥയിൽ അടിക്കുന്നത് എന്താ അടിപൊളി. സകല ആൾക്കാരും പിടിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട്. പട്ടി തന്നെ അഭിനയായിരുന്നു. ഒരു നാടൻ പട്ടി, അത് മറ്റേ നമുക്ക് ട്രെയിൻ ചെയ്ത് മറ്റേ നമ്മളെ റിംഗ് മാസ്റ്ററിനൊക്കെ ട്രെയിൻ ചെയ്ത പട്ടിയാണെന്ന് പറയാം. ഇതൊരു നാടൻ പട്ടി കളക്കറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു പടം. മോഹൻലാൽ ഈ മോഹൻലാല് എഫേർട്ട്ലെസ് ആയിട്ട് ഇത്രയും ഇമോഷൻസിലൂടെ അഭിനയിക്കുമ്പോൾ മോഹൻലാലിനെ കൊണ്ട് മോഹൻലാലിന് സിമ്പിൾ ആണ്, ഇതൊക്കെ പറ്റും എന്നുള്ളൊരു മൈൻഡാണ് എല്ലാവർക്കും. കാരണം പുള്ളിയെ നമുക്കറിയാം, വർഷങ്ങളായിട്ട് നമുക്കറിയാം. പക്ഷെ ഇതിനകത്ത് വേറെ ഏതെങ്കിലും ഒരു ആക്ടറിനെ കാസ്റ്റ് ചെയ്യാൻ ഒരിക്കലും നടക്കത്തില്ല. ഇത് നമ്മളൂട്ടിയൊക്കെ മുക്കറിട്ട. പക്ഷെ ഒരു പരിധി വരെ പുള്ളിക്ക് പറ്റും. ഇമോഷൻ ഭയങ്കരമായിട്ട് മമ്മൂട്ടി തകർത്തു പാരും. പക്ഷെ വേറെ സ്ഥലത്തോട് എത്തുമ്പോഴത്തേക്ക് അത് പറ്റത്തില്ല. ഒരു പരിധി വരെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. മമ്മൂട്ടിക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ രണ്ടുപേരും അവിടെ കമ്പയർ ചെയ്യില്ല. ബട്ട് സ്റ്റിൽ നമ്മൾക്ക് വേറെ രണ്ടുപേർക്ക് 2 ജോണർ കിടിലായിട്ട് ചെയ്യാൻ പറ്റും. മോഹൻലാലിന്റെ ഒരു ജോണറായത് അതിന്റെ എല്ലാ മോഹൻലാൽ വശങ്ങളും ഇതിനകത്തുണ്ട്. അതെ, എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.
അതാ പറഞ്ഞത്, വേറൊരു ആക്ടറിനെ കൊണ്ടും പറ്റത്തില്ല ഈ ഒരു ക്യാരക്ടർ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടും അയാള്. ഒരു തരത്തിൽ പറ്റുമെങ്കിലും പക്ഷെ ബുദ്ധിമുട്ടും, ഇത്ര എഫേർട്ട്ലെസ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന് അപ്രീഷിയേഷൻ കിട്ടാൻ കുറച്ച് കുറവ്. ഇത് ഇങ്ങനെ സിമ്പിൾ ആണ്, അറിയാം, എല്ലാവർക്കും അറിയാം. അതിൽ മോഹൻലാലിന്റെ മറ്റൊരു തലമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മോഹൻ ഇതിൽ എന്ത് ചെയ്യും, അതിലെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മതി പ്രേക്ഷകന്. അതെ, രണ്ട് സീൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 സീൻസ് ഉണ്ട്. ഒന്ന് ഒരു ഇമോഷണലാണ്, അതായത് ഒന്ന് ഭയങ്കര എന്താ പറയുക കുസൃതിയായിട്ടുള്ള, അതായത് മറ്റേ കൂട്ടുകാരൻ വന്നിട്ട് ബൈക്കിൽ വന്നിട്ട് വിളിക്കില്ല 2 അടിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്ന ആ ഒരു സീൻ. എന്റെ അതെയോ ഞാൻ ഓടി വന്നിട്ട് ബൈക്കിന്റെ പറലൊക്കെ ചാടി ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോഴത്തെ പട്ടി ചാടി വന്ന് ആ സമയത്ത് കയറിയത് മേടിക്കണ സംഭവം ഒക്കെ ഒരു സാധാരണക്കാരനായിരുന്നു. പക്ഷെ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ ഈ എന്താ പറയുക, നമ്മുടെ ഈ ചില പടങ്ങളിൽ നമ്മൾ സംസാരങ്ങളില്ലാതെ ഇമോഷൻസ് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ആ സമയത്ത് ചില സാധനങ്ങളുണ്ട്. അത് ഞാനിപ്പോ ഏറ്റവും അടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ അജു വർഗീസിന്റെയും ലവ് കൺസ്ട്രക്ഷൻ. അതിനകത്ത് അജു വർഗീസിന്റെ പ്രണയം മറ്റേ നായികയോട് പറയുന്ന ഒരു സീനുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ തണ്ണിമത്തൻ എടുത്തിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു അത് ശരിക്കും ആ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് അവർ കൺവേ ചെയ്യുന്നത്. കണ്ടില്ല, അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി വിടരും, അങ്ങനെ ഒരു സംഭവം. അതേപോലൊരു സാധനം എന്ന് വെച്ചാൽ മോഹൻലാൽ പണ്ട് ഇതേപോലെ 100 കണക്കിന് സംഭവം ചെയ്തിട്ടുണ്ട്. ഇല്ലെന്നല്ല, ഞാൻ അടുത്ത് കണ്ടതിൽ അതിലാണ് എനിക്ക് രജിസ്റ്റർ ആയിരിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവമാണ്. എനിക്ക് ആ ഒരു സംഭവം നമ്മൾ തിയേറ്ററിൽ ഇരുന്നിട്ട് നമ്മളെ ആ സീൻ കാണുമ്പോൾ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖത്ത് ഓട്ടോമാറ്റിക് 100% ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പുഞ്ചിരി ആ സീൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് വന്നിരുന്നു, ഉറപ്പായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കണക്റ്റ് ആവും, അത്രയും ആ സീൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത് പേഴ്സ് തുറന്നിട്ട് ഇന്ന ആളാണ് എന്ന് അറിയുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു സീനുണ്ട്. ഉറക്കെ വാവിട്ട് കരയാൻ പറ്റില്ല, 2 ടൈമിലാണ് വാവിട്ട് കരയാൻ പറ്റത്തില്ല. ആ സീനൊന്ന് ആലോചിക്കുക. ആ സീനൊന്നും വേറെ ആരെ അറിയിക്കരുത്, രാത്രിയിലാണ്, മഴയാണ്. ആ സമയത്ത് വാവിട്ട് കരയാൻ പറ്റാത്തൊരു സീന്. അത് മോഹൻലാലിന്റെ ഒരു ഏരിയ ആണ് സത്യം പറഞ്ഞാൽ. ബ്രേക്ക് ഡൗൺ ആവുന്ന സാധനം മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. പുള്ളി അഭിനയിക്കുമ്പോൾ നമുക്ക് ആ പെയിൻ ഉണ്ടല്ലോ, ആ നമുക്കും നെഞ്ച് വീങ്ങും ഭയങ്കരമായിട്ട്. എനിക്ക് ആ നെഞ്ചുവേദന നമുക്ക് മനസ്സിലാവും. പുള്ളി അഭിനയിക്കുന്നത് ഇത് തരുൺമൂർത്തിയുടെ വൈഫിന് ആദ്യം സ്ക്രിപ്റ്റ് കൊടുത്ത് വായിച്ച സമയത്ത് തരുൺമൂർത്തിയുടെ വൈഫ് പറഞ്ഞത് നെഞ്ചിലൊരു ഭാരം വെച്ച പോലെ. ആ ഭാരമാണ് നമുക്കവിടെ ഫീൽ ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടി തരുൺമൂർത്തി പറയുന്നുണ്ട്, ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരു പെർഫോം കണ്ട് ലാലേട്ടന്റെ പെർഫോം കണ്ട് ബിനു പപ്പു കാലം പിടിച്ച് കട്ട് പറയല്ലേ പെർഫോമൻസ് ആണ്. എനിക്ക് ആ പെർഫോമൻസ് ആ ബാത്റൂമിലെ സീനാണെന്ന് എനിക്ക് തോന്നുന്നു. വെച്ചാൽ ആ കരണ്ടുകൊണ്ട് മുതല് കാലിലേക്ക് വീഴുന്നുണ്ട്. അതൊക്കെ പെർഫോമൻസ് ഉള്ളത് മേ ബി കണ്ടിട്ടുള്ളൂ. അതൊക്കെ ഭയങ്കര അടിപൊളിയോടും. എനിക്ക് ആ നൈറ്റ് സീനിൽ ആ പുള്ളി ആ ബ്രേക്ക് ഇതാവത്തില്ല, നെഞ്ച് പൊട്ടുന്ന ആ ഒരു വേദന നമ്മളിലേക്ക് എത്തിക്കുന്ന അതൊരു ആക്ടറിനെ കൊണ്ടൊന്നും പറ്റത്തില്ല. അത് ആ പുള്ളിക്ക് അത് ജന്മനാ കിട്ടിയിട്ടുള്ള സംഭവം. അല്ലെങ്കിൽ ഇതൊന്നും അങ്ങനെ അത്രയും കണ്ട് കൺവേ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആ വിങ്ങൽ തോന്നും, മനസ്സിലായോ? ആ വിങ്ങൽ നമ്മുടെ ഇമോഷൻസിലൊക്കെ ഒരു ചെറിയ ഭാഗമായിട്ട് മോഹൻലാൽ ചെയ്ത മാനസങ്ങൾ കയറി വരാറുണ്ട്. തീർച്ചയായും നമ്മുടെ കരച്ചിലും ഒക്കെ നമ്മൾ കണ്ടു ശീലിച്ച ചില മൈന്യൂട്ട് കാര്യങ്ങൾ മോഹൻലാലിൽ നിന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡയലോഗ് ഡെലിവറി തന്നെ നമ്മൾ പറയാം. നമ്മുടെ പല സിറ്റുവേഷനിലും നമ്മൾ സിനിമയിലെ ഡയലോഗ് പറയും. അത് കൂടുതൽ മോഹൻലാൽ സിനിമയിലെ ഡയലോഗൊക്കെ ആയിരിക്കും പറയുന്നത്. പുള്ളി മലയാളികളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞവൻ, എസ്പെഷ്യലി 90s കിഡ്സിന്റെ അവര് വളർന്നു വന്നത് ഇത് കണ്ടിട്ടാണ്. മോഹൻലാലിന്റെ പുഷ്കര കാലത്ത് തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് സിനിമ കണ്ടിട്ട് വന്നിട്ടുള്ളവർക്ക് ഇതൊക്കെ ഓട്ടോമാറ്റിക് കൂടുതലും ഇപ്പം ജെൻസിയെക്കാളും കൂടുതൽ ആൾക്കാർ 90s കിഡ്സ് ആയിരിക്കും. സിനിമ എന്താ പറയുക, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇവന്റ് വരുന്ന സമയത്ത് സിനിമകളുടെ ഡയലോഗുകൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അത് കൂടുതൽ മോഹൻലാലിന്റെ സിനിമകളിലായിരിക്കും വരുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോഴത്തെ സിനിമകളിലെ ഡയലോഗ് ഉപയോഗിക്കുന്നുണ്ട്. ആ ജനറേഷൻ ഇപ്പൊ മോഹൻലാലിനെ കണ്ട് അതിശയിച്ചിരിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, ഗംഭീരം എന്ന് പറഞ്ഞുള്ളത്. അവരും പറഞ്ഞു തുടങ്ങി ഇനി ഒരു പുതിയ മോഹൻലാലിനെ കാണാൻ പോകുന്നേ ഉള്ളൂ. അത് തന്നെയാണ് പറഞ്ഞത്. പുതിയ മോഹൻലാൽ പഴയ മോഹൻലാൽ എന്നുണ്ടോ? അല്ലെന്ന് അവര് കാണാൻ പോകുന്ന മോഹൻലാൽ. അങ്ങനെ നമുക്കല്ല, നമുക്ക് മോഹൻലാൽ തന്നെ. നമുക്ക് ഓരോ ലെവലിലുള്ള മോഹൻലാലിനെ ഇനിയും കാണാൻ പറ്റും. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ
ചാടി വരുന്നൊരു സീൻ, ആ ഗ്ലാസിന്റെ ആ ഒരു സംഭവത്തിനകത്തുനിന്ന് ചാടി വരുന്നൊരു സീൻ, ഞാൻ ഇത് കൈയടിച്ച് PVR-ല് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇവിടെയൊക്കെ 2-3 കൈയടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ എവിടെയും കൈയടി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആ സീൻ വന്നപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അവിടെ കൈയടിച്ച് എന്നെ കൈയടിയാണെന്ന് പറയാം. കാരണം വെച്ചാൽ നമുക്ക് അത്രയും ഹൈ വന്നൊരു സീനായിരുന്നു. ചാടി നമ്മുടെ, ഞാൻ അതിന് മുമ്പ് ഈ ചാട്ടം എവിടെ നിന്നാണ് കണ്ടത്, നമ്മുടെ ഏത് ദക്ഷിണാഫ്രിക്കൻ ബാറ്ററാണ്, ഏതോ ഒരാള് ഡഗോട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ബൗണ്ടറി ലൈനിന്റെ മുകളിൽ വെച്ചേക്കുന്ന മറ്റേ ഇതുണ്ടല്ലോ, അത് ചാടി, എനിക്കൊന്ന് ക്ലാസ്സിനാണോ എനിക്ക് ഓർമ്മയില്ല, ക്രിസ്ത്യലല്ല, ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, ഏതോ ഒരു ബാറ്ററാണ് പാഡ് ഫുൾ ഇതില് ചാടി ഇങ്ങനെ ചരിഞ്ഞ് ചാടി ഇറങ്ങി വന്നൊരു സീനുണ്ട്. എനിക്ക് കണ്ട പദ ഓർമ്മ എന്നെ കിടിലമായിട്ടാണ്, മാസം വെച്ചാൽ മാസമായിരുന്നു. അതായത് ഒരു സംഭവം, ഒരൊന്നൊന്നര സംഭവം. മോഹൻലാൽ എന്ന ഷൺമുഖൻ എന്ന കഥാപാത്രം ആരാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോഴേ മനസ്സിലായി ഒരു ഗംഭീര സംഭവം അടി വരാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. മോഹൻലാൽ ആരാണ്, മോഹൻലാലിന്റെ ഷൺമുഖൻ ആരാണെന്ന് പറയുമ്പോഴേ മനസ്സിലായി അടിക്കുള്ള വകയായിട്ടേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സുനിൽ എന്ന് പറഞ്ഞ കെയർ സുനിൽ എന്ന് പറഞ്ഞ കഥ എഴുതി വെച്ചേക്കോ ഓൾറെഡി. ലാസ്റ്റ് മൊമെന്റിലാണ് തരൺമൂർത്തിയിലേക്ക് എത്തുന്നത്. തരൺമൂർത്തിയും കെയർ സുനിലും കൂടെ അത് സിനിമാറ്റിക് രീതിയിലേക്ക് ഒന്നും കൂടെ സ്ക്രിപ്റ്റ് ചെയ്ത് ആ സമയത്തായിരിക്കും ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ ഷൺമുഖന്റെ കഥാപാത്രത്തിന് ഇങ്ങനൊരു ഒരു സ്റ്റോറി ബാക്ക് എനിക്കുണ്ടാകുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്നാലേ ഈ ഒരു മാസ് എലമെന്റിലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനല്ല, ഈ ബാക്ക് സ്റ്റോറി പറയുമ്പം ഇയാളെങ്ങനെ രണ്ടാമത്തെ ഭാര്യയാണല്ലോ, അത് ചിലപ്പം എനിക്ക് തോന്നുന്നത് ഈ സുനിൽ ഇങ്ങനെ ഒരു മാസ് എഴുതി വെക്കുമോ എന്നൊരു സംശയമുണ്ട്. സുനിൽ എന്ന് പറഞ്ഞ സാധാരണ പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾ വണ്ടി നോക്കി നിൽക്കുന്ന അടുത്തു നിന്ന് തുടങ്ങിയതാണ്. പുള്ളിയുടെ ഇമോഷണൽ ഡ്രാമ ആയിരിക്കും, ഒരു ഫാമിലി ഡ്രാമ ഇമോഷണലി. എനിക്ക് തോന്നി ഈ തരുൺമൂർത്തി വന്നപ്പോഴാണ് ഒരു മോഹൻലാലിന്റെ ഒരു ഈ ഒരു ഇതുണ്ടല്ലോ, ഒരു കളികളുണ്ടല്ലോ, അത് വന്നത് മേ ബി അതായത് ഇപ്പോ കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്. അത് രണ്ടാമത്തെ മോഹൻലാലിട്ടേന്ന് പറഞ്ഞു വാഴത്തണ്ട് പെട്ടിട്ട വളർത്തണ്ട് പോലെ അതുകൊണ്ട് അങ്ങനെ സ്വന്തമായിട്ടും ട്രോൾ ചെയ്തോണ്ടിരുന്നത്. അതുപോലെ തന്നെ മറ്റേ കണ്ടത് നിജം എല്ലാം കൊടുത്തിട്ടുണ്ട്. മോഹൻലാലിനെ തന്നെ സ്വന്തമായിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പടം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല അറിഞ്ഞു പണി. പിന്നെ എന്റെ ദൈവമേ, അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് തന്മൂർത്തിയുടെ കാര്യം തന്നെ. എത്ര ഷോട്ടാണ് വെച്ചിരിക്കുന്നത്, ഞാൻ ശ്രദ്ധിക്കും, പടം കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നത് ഇത് എത്ര ഷോട്ട്. നമ്മള് പടപടപടം നമുക്ക് ഒരു ലാഗും ഇല്ലാതെ ഒരു സീനായിരിക്കും. ആ ഒരു സീനിൽ എത്ര ഷോട്ട്, വണ്ടി വന്ന് നിൽക്കുന്നതിനകത്ത് തന്നെ വണ്ടിയുടെ താഴെ എന്താ പറഞ്ഞ വണ്ടിയിൽ നിന്ന് വരുന്നൊരു ഷോട്ട്, ടയർ വന്ന് നിൽക്കുന്ന ഒരു ഷോട്ട്, അതിനകത്ത് നാളിറങ്ങുന്ന ഷോട്ട്, ലൈറ്റ് ഓഫ് ചെയ്ത ഷോട്ട്, അങ്ങനെ 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 പുള്ളി ഒരു ആഡ് മേക്കർ കണ്ടല്ലേ, ആഡ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ക്രിയേറ്റീവ് അങ്ങനത്തെ സംഭവമുള്ള ആണോ? അങ്ങനെയാണോ തോന്നുന്നു എനിക്ക്. പക്ഷെ അത് മുമ്പ് പുള്ളി ഒരു പ്രൊഫസറോ പിന്നെ എന്തോ ആഡ് അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. IT അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഇതുണ്ട്. ആ പുള്ളിയുടെ ഓപ്പറേഷൻ ജാവ ഭയങ്കര കിട്ടില്ല പടമാണ്. സൗദി വെള്ളൊക്കെ എനിക്ക് അത്ര എന്ന് വെച്ചാൽ ഞാൻ കണ്ടില്ല. ഞാൻ എന്റെ കുറെ സീനുകളൊക്കെ ഞാൻ ഫുള്ളായിട്ട് സിനിമ കണ്ടില്ല. പെയിൻ വരുന്ന പടം ഒരു പടം. പക്ഷെ ഇതിലാണ് എനിക്ക് തോന്നുന്നത് മേക്കർ എന്ന നിലയിൽ തന്മൂർത്തി വേറെ ലെവലിലോട്ട് പോയി. അത് തന്മൂർത്തി ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മോഹൻലാലിന്റെ അതായത് ഒരു സ്ക്രിപ്റ്റ് വന്നു, രജപുത്ര ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്നു, എന്നിട്ട് പറഞ്ഞു ഈ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക്, ലാലേട്ടനെ വെച്ചാണ് എടുക്കാനാണ്, ലാലേട്ടനുള്ള സ്ക്രിപ്റ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ തുടക്കത്തില് സ്ക്രിപ്റ്റ് എടുക്കാമെന്ന് പറയുമ്പോൾ വേറൊരാളുടെ പടം ചെയ്യണോ എന്നുള്ള ഒരു ഇതിലായിരുന്നു. സ്വന്തമായിട്ട് ഇത് ഇൻപുട്ട് ഇല്ലാത്ത ഒരു പടത്തിനകത്ത് വേണ്ടി തലവെക്കണം എന്നുള്ള ഒരു ഇതിലായിരുന്നു. എങ്കിലും ലാലേട്ടനാന്ന് പറഞ്ഞപ്പോൾ ഇത് നമ്മളെ കൊണ്ട് ഒക്കുവോ എന്നുള്ള ഒരു മൈൻഡായിരുന്നു, പേടിയായിരുന്നു. പിന്നെ ലാലേട്ടനോട്ട് അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്ര ഈസി. പിന്നെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എല്ലാം ലാലേട്ടൻ ഇത് കഴിഞ്ഞ ഒരു അഡ്രസ് പോലാണ്. ലാലേട്ടനെ വെച്ച് ഡയറക്ട് ചെയ്ത ഒരാൾ, ഒരു സംവിധായകൻ എന്ന് പറയാം. മനസ്സിലായി? ജോസഫ് ഉദാഹരണം, ജിത്തു ജോസഫ്. അതെ, പുള്ളി ദൃശ്യം എടുത്ത് ഇന്റർനാഷണൽ ലെവൽ ഹിറ്റ് ആയി കഴിഞ്ഞപ്പം എവിടുന്നൊക്കെയാ പുള്ളി മലയാളത്തിലെ ടോപ്പ് ഡയറക്ടറിൽ എണ്ണി തുടങ്ങിയ ജിത്തു ജോസഫ് ആയിരിക്കും ആ മൂന്നിലൊരാള്. ആ ലെവലിലെത്തും. തന്മൂർത്തി ഇപ്പൊ അവിടെ കൊണ്ട് വെച്ചേക്കുന്നു.
അത് ആ ഒരു പൊസിഷനാണ്. പിന്നെ ഈ ഒരു സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ സുനിൽ എന്ന് പറഞ്ഞ KR സുനിൽ എന്ന് പറഞ്ഞ ആള് ഈ കഥ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ 8 വർഷത്തെ ഡിസ്കഷൻ ആണ് മോഹൻലാൽ പറഞ്ഞത്. അതിൽ നിന്നാ ഇവിടെ വരെ എത്തിയത്. അപ്പം ഈ 8 വർഷത്തിനിടയിൽ ഈ രജപുത്ര രഞ്ജിത്ത് ഉണ്ടല്ലോ, നിർമ്മാതാവ്, പുള്ളിയുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആയിരുന്നു ഇത്. മോഹൻലാലിനെ വെച്ച് ചെയ്യണം എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു ഡ്രീം പ്രോജക്റ്റ് പോലെ ഇങ്ങനെ നടക്കുവാൻ. അപ്പൊ ഈ മോള് പറഞ്ഞത്, ഈ ചിപ്പിയുടെ മോളുണ്ട്, ഇവരുടെ മോള് രഞ്ജിത്തിന്റെ മോള് പറഞ്ഞത്, ഈ ഡയറക്ടർമാരിങ്ങനെ പലതും വന്ന് അങ്ങനെ ലാസ്റ്റ് തരുൺമൂർത്തിയിലെത്തിയത്. ചിപ്പിയുടെ ഹസ്ബൻഡാണോ? അപ്പം പെങ്കൊച്ച് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അങ്ങനെ ഉണ്ട് അതിനകത്ത്. അപ്പം അവര് പറഞ്ഞു ഈ തരുൺമൂർത്തി വെച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള. അപ്പം സൗദി വെള്ളക്ക കണ്ടിട്ട് ആ ഒരു ഇതിനകത്ത് എത്തുന്നത്. ഇതിനു മുമ്പ് നമ്മള് ഫാൻസുകാർക്ക് കിട്ടുമല്ലോ ഈ ഓരോ റിപ്പോർട്ട് കിട്ടുമല്ലോ മോഹൻലാലിന്റെ ഏത് പടവാ വരാൻ പോകുന്നതെന്നുള്ളത്. അപ്പം വടക്കൻ സെൽഫിയുടെ ഡയറക്ടറുണ്ട്, പുള്ളിയും രഞ്ജിത്തും ചേർന്ന് ഒരു മോഹൻലാൽ പടം വരുന്നു എന്ന് പറഞ്ഞൊരു ഭയങ്കര അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, ഒരു റൂമർ ഉണ്ടായിരുന്നു ഭയങ്കര. അപ്പം അന്ന് പറഞ്ഞത് ബെൻസ് വാസു എന്നും പറഞ്ഞൊരു കഥാപാത്രം മോഹൻലാലിന്റെ വരുന്നു. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് സ്കെച്ചൊക്കെ വന്നു, ഒരു മുട്ട അടിച്ച മോഹൻലാൽ ഒരു മാസ് പടം വരുന്നു, അങ്ങനെ ഒരു സംഭവം ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ മാസ് പടം വരുന്നു. അപ്പൊ കുറെ നാളുകൊണ്ട് അതിങ്ങനെ കേട്ട് പിന്നെ അത് നടക്കത്തില്ല എന്നങ്ങാണ്ട് പിന്നെ ന്യൂസ് വന്നു, അതിനെ കുറിച്ച് കേൾക്കുന്നില്ല. പിന്നെ രഞ്ജിത്തുമായിട്ട് കേട്ടത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ സംവിധായകന്റെ പേരാ, അവര് മോഹൻലാലുമായിട്ടൊരു പടം വരുന്നു പറഞ്ഞു. അപ്പൊ ഇത് തന്നെ ആയിരിക്കും, ബെൻസ് വാസു തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. പിന്നെ ലാസ്റ്റ് തരുൺമൂർത്തിയിലെത്തുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ച് ഇതായിരിക്കുമോ ചിന്തിച്ച് നോക്കുമ്പോ പടത്തില് മോഹൻലാലിന്റെ പേര് ബെൻസ് ബെൻസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത് തന്നെ ആകാനാണ് സാധ്യത എന്ന് വെച്ചാൽ അത്ര വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടു തുടങ്ങി. വടക്കൻ സെൽഫി ഹിറ്റായ നിന്ന സമയത്തായി ന്യൂസ് വരുന്നത്. അപ്പൊ അത്രയും വർഷമായിട്ട് നിന്ന് ആ എത്തി എന്നുള്ളതാണ്. ഓരോ അരിയിലും അതാണ് ഇത് പറഞ്ഞ കാര്യം. പക്ഷെ സൗദി വെള്ളക്ക എന്ന് പറയുന്നത് ഒരു ഇതാണ് എന്താ പറയുക, ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു പടമല്ല. അപ്പൊ അതിനകത്തുനിന്ന് എങ്ങനെ ഇങ്ങനൊരു ഇമോഷണൽ എങ്ങനെ ഹാൻഡിൽ മേക്കർ ഈ തരുൺമൂർത്തിയുടെ മേക്കിംഗ് ശൈലി കണ്ടിട്ട് അവർ അവിടെ എത്തിയത്. അപ്പം ആന്റണി പെരുമാർ പറഞ്ഞിട്ടുണ്ട്, തരുൺമൂർത്തി എന്ന് പറയുന്നതാ, നിങ്ങളുടെ മേക്കറെ നിങ്ങൾ ചെയ്യുന്ന ഇത് വർക്ക് അറിഞ്ഞിട്ടാണ് നിങ്ങളെ ഇതിനകത്തോട്ട് അപ്രോച്ച് ചെയ്തത്. അപ്പം പുള്ളി പറഞ്ഞ് മോഹൻലാലിന് വേണ്ടി മാറണ്ട, മോഹൻലാൽ തരുണിന് വേണ്ടി മാറിക്കോളും. അങ്ങനെ തരുണിന് വേണ്ടി മോഹൻലാൽ മാറി. പക്ഷെ നല്ലൊരു ക്യാരക്ടർ ആർക്ക് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരു ക്യാരക്ടർ ഒരിടത്ത് തുടങ്ങി അയാൾ എങ്ങനെ ഇവോൾവ് ആയി വരുന്നു, വന്നതിന് ശേഷം എന്തായിത്തീരുന്നു, അത് എന്ത് ബ്രില്യൻ്റ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്. അത് ഓരോ ക്യാരക്ടറിനും, നമ്മൾ ഒരു ക്യാരക്ടർ മാത്രമല്ല എല്ലാ ക്യാരക്ടറിനും ആ ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. എങ്ങനെ പോകുന്നു, അയാൾ അറിഞ്ഞായിരുന്നോ, അയാൾ അറിഞ്ഞില്ലേ, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഒരു കാര്യം വേസ്റ്റ് ആയിട്ട് നടക്കുന്നില്ല. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മിസ്, എന്താണ് ഈ സംഭവം, ഇൻസിഡന്റ് എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവിടെ. അതിന് വേണ്ടി നമ്മൾ കാത്തിരുന്നപ്പം അതൊരു സർപ്രൈസ് പോലെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ ഇപ്പൊ കാണിക്കും അപ്പൊ കാണിക്കും എന്ന് പറയുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, മീറ്റർ ഉണ്ടായിരുന്നു, അവിടെ തന്നെ വേണ്ടത് നമുക്ക് അപ്പൊ കിട്ടി. ഇതാണ് സംഭവം. അതൊക്കെ എനിക്ക് ആ സ്റ്റോറി ലൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തുടക്കത്തിലൊരു ഡയലോഗ് പറഞ്ഞു പോകുന്നതിനകത്ത് ഈ പറഞ്ഞ കാര്യം എനിക്ക് കിട്ടിയായിരുന്നു. അതായത് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും നമ്മൾ ടൈറ്റിൽ കാണുകൊണ്ട് പിന്നെ പോകും. ലാസ്റ്റ് വന്നിട്ട് മോഹൻലാൽ ഡയലോഗ് നിങ്ങളൊക്കെ ഒറ്റക്കൊമ്പനെ ഇറക്കി വിട്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ടൈറ്റിൽ കാർഡ് എത്തുമ്പോൾ ആനകളെ വെച്ചിട്ട് അതൊരു സംഭവം. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മള് ഒരു കാട്ടിൽ എന്ന് വെച്ചാൽ രാജാവ് എന്ന് പറയുന്നത് സിംഹമാണ്. സിംഹം എങ്ങനെയാണ് ഇര പിടിച്ച് കാട്ടിൽ സർവൈവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇര പിടിച്ച് അതിനെ വേട്ടയാടി പിടിച്ച് കൊന്ന് തിന്നിട്ടാണ് സർവൈവ് ചെയ്യുന്നത്. അതെ, അയാൾക്ക് വേണ്ട, അയാൾ സർവശക്തനാണ്. അവിടെ നിന്നിട്ട് പുള്ളിക്ക് വേണ്ട മൃഗങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് വേട്ടയാടി കൊന്ന് തിന്ന് അയാള് സർവശക്തനായി അവിടെ വാഴുകയാണ്, അല്ലെ സിംഹം. അതേസമയം ആന എന്ന് പറയുന്നത് ഒരു കാട്ടില്, ആന എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, പുല്ലും ബാക്കി മുളയും എല്ലാം തിന്ന് ജീവിക്കുന്ന ഒരു സസ്യഭുക്ക്, ഒരു പാവം പിടിച്ച ആള്. ആ പാവം പിടിച്ച ഒരു സസ്യഭുക്ക് ഒരു ഫാമിലിയോടൊപ്പം, അതായത് ആന കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്, അല്ലാതെ ഒറ്റയ്ക്കല്ല താമസം. അങ്ങനെ കൂട്ടമായിട്ട് താമസിക്കുന്ന ഒരു മൃഗത്തിന് അറിഞ്ഞുകൊണ്ടൊരു പ്രശ്നങ്ങൾ ആന ഉണ്ടാകുന്നത്. പക്ഷെ അതിന് അങ്ങനെ 2 പേര്, അതായത് ഫുൾ പവറുള്ള ഒരാളും ഒരു പവറും ഇല്ലാതെ നിൽക്കുന്ന ഒരാളും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കും? അതാണ് ആര് ജയിക്കും, ആര് വീഴും? അതാണ് മൊത്തത്തിൽ. എനിക്ക് മൊത്തത്തിൽ പടം കണ്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞപ്പോഴും എനിക്ക് ആ ഒരു ഫീൽ ആവും. തുടക്കത്തിൽ ആനയെ കാണിച്ചു, ഇയാള് ഫുള്ള് പവറുള്ള ഒരു മനുഷ്യൻ. വില്ലനെ കുറിച്ച് പറയേണ്ടതാണ്, അത് വരാം. പക്ഷെ
ആ പവറുള്ള മനുഷ്യനടുത്ത് എങ്ങനെ ഇടിച്ചു നിൽക്കുന്നു ഒറ്റ കൊമ്പൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ടൈറ്റിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അതിങ്ങനെ വരികയാണ്. ടൈറ്റിൽ കാർഡ് തന്നെ മോഹൻലാലിന് കൊടുത്ത തരുമൂർത്തി കൊടുത്ത ടൈറ്റിൽ കാർഡ് ആ ഒറ്റക്കൊമ്പൻ മോഹൻലാൽ അത് തന്നെ അത് മതി. അല്ലാതെ ഞങ്ങൾ മലയാളി അവതരിപ്പിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ അതൊന്നും വേണ്ട. ഫാക്ടർ പോലും ഇല്ലായിരുന്നു. ഒന്നുമില്ല. ഇത് മതി ഇത് മതി ഇത് മതി. അത് ബാക്കി ജനങ്ങളല്ലേ പറഞ്ഞത്. പണം കണ്ടു കഴിഞ്ഞപ്പോഴും ജനങ്ങളാണ് പറഞ്ഞത്. പറയണ്ട, മോഹൻലാൽ ചുമ്മാ എഴുതി കാണിച്ചാൽ മതി, നമുക്ക് ടൈറ്റിൽ കാർഡോ ഒന്നും വേണ്ട. അത് ഭയങ്കര ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ആ ഒരു ഈ എന്ന് പറഞ്ഞത് എപ്പോഴും എനിക്ക് ആ ഒരു ഇത് എലിഫന്റ് വാക്സ് ജംഗിൾ വാക്സ് എലിഫന്റ് വാക്സ് ഫോറക്സ് വാക്സ് വാക്സ് വിത്ത് അത് അസാധ്യമായിട്ടാണ് ആ ഒരു മെറ്റഫോർ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ കുക്ക് ചെയ്തിരുന്ന ഞാൻ ഇതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ സിനിമ അങ്ങോട്ട് തുടങ്ങി നമ്മൾ ടക്കെന്ന് പറഞ്ഞാൽ അതോട് പിടിച്ചിടുമായിരുന്നു. ആ ശബ്ദവും ആ ഉരുൾപൊട്ടലും ഒക്കെ നമ്മള് പെട്ടെന്ന് അതിനകത്ത് വീണ്. നമ്മള് അവിടെ ഒരു സർപ്രൈസ് വെച്ചുകൊണ്ട് പിന്നെ ബാക്ക് സ്റ്റോറിലോട്ട് പോകുന്നു. നമ്മളെ അതെന്താണുള്ള സാധനങ്ങളെല്ലാം അതാ ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റിംഗിൽ ഒരു പ്രത്യേക ഒഴുക്കുണ്ടായിരുന്നു. ഒരു വെൽ സ്ക്രിപ്റ്റഡ് ആയിരുന്നു സംഭവം. അതെ, അത് ആ സർപ്രൈസ് അവിടെ ഇതെന്തായിരുന്നു അത് പിന്നെ വിട്ട് അവള് വേറെ സ്റ്റോറിയിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തെ അതങ്ങ് വിട്ട് പിന്നെ അവിടെ ഉരുൾ പൊട്ടിയപ്പോഴാകുമ്പോൾ മനസ്സിലായത് ഓക്കെ ഇതാണ് സംഭവം തുടക്കത്തിൽ കാണിച്ചത് എന്നുള്ളത് മനസ്സിലായത്. വില്ലൻ എന്റെ പൊന്നെ ജോർജ് സാർ പുള്ളിയുടെ ഹലോ അയ്യോ അത് കാണുമ്പോ തന്നെ അത് അല്ല അയാൾ പുള്ളിയെ കാണിച്ചപ്പോ നമ്മൾ വിചാരിച്ചു പോസിറ്റീവ് നല്ലൊരു മനുഷ്യൻ. പക്ഷെ എനിക്ക് ഏത് നിമിഷം ആ പുള്ളിയുടെ ആ ഒരു മുഖം ഉണ്ടല്ലോ, ആ മുഖത്തിനകത്ത് തന്നെ നമുക്ക് ഏത് നിമിഷം പൊട്ടും പുള്ളി നല്ലവനാണോ ആണോ ചിന്തയുണ്ടായിരുന്നു. എപ്പോഴും എനിക്ക് തുടക്കം മുതലേ ഈ നല്ല ബിനു പപ്പു ആണ് വില്ലെന്ന് പറഞ്ഞിരിക്കുക. ബിനു പപ്പുവിന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കുഴപ്പമില്ല ക്യാരക്ടറിനെ ഒക്കെ, പക്ഷെ എന്നാലും വേണ്ട അവിടെ ഒരു പുള്ളി ഒരു ഗിൽറ്റി മാനാ അവിടെ. അല്ല എന്നാലും പുള്ളിക്ക് ചില ഏരിയയിൽ അടിപൊളിയാണ്. പക്ഷെ ഈ കൂട്ടത്തിലിരുന്ന് എക്സ്പ്രഷൻ കൊടുക്കുന്ന സമയമുണ്ടല്ലോ, അതായത് റിയാക്ഷൻസ് ഇടില്ലേ. ഇപ്പം ജോർജ് സാർ എന്തെങ്കിലും പറയുന്ന സമയത്ത് പുള്ളി പുറകെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. ജോർജ് സാർ ചിലപ്പോൾ മോഹൻലാലിന്റെ അടുത്ത് ഐ മീൻ ഈ ബെൻസിന്റെ അടുത്തായിരിക്കും കാര്യം സംസാരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഈ ബിനു പപ്പു ബ്ലാങ്ക് ആയിട്ട് അന്തം വിട്ട് നിൽക്കുന്ന ഒരു എക്സ്പ്രഷൻ ആയിട്ട് എനിക്ക് ത്രൂ ഔട്ട് തോന്നിയിരുന്നു. എനിക്ക് ഫീൽ ചെയ്തത് പുള്ളി എന്താ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ വേറെ ക്യാരക്ടർ നോക്കിയില്ല. അതല്ലേ മോഹൻലാൽ ഇങ്ങനെ നമ്മളെ ഫോക്കസ് ചെയ്തിരുന്നോണ്ട്. അതേസമയം മറ്റേ എന്തോ ദുൽഖറിന്റെ അനിയനുണ്ടല്ലോ, മറ്റേ ദുൽഖറല്ല നമ്മുടെ ഫഹദിന്റെ അനിയൻ ഫർഹാൻ ഫാസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന അടിപൊളിയായിരുന്നു. റിയാക്ഷൻസ് ഒക്കെ കൊടുത്തത് ബാക്കില് ഫ്രണ്ടില് വേറെ രണ്ട് റിയാക്ഷൻസ് ഇല്ലെന്ന് ഫുൾ അങ്ങനെ കറങ്ങി നിൽക്കുമായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിലുള്ള സീനുകളൊക്കെ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മോഹൻലാലോട്ട് കോർക്കണ സീനും കുഴപ്പമില്ലായിരുന്നു. പിന്നെ എവിടൊക്കെയാ പാളിയെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് അത്രയും കൂടി താല്പര്യം. പിന്നെ അവസാനം ഒക്കെ കൊള്ളായിരുന്നു. പക്ഷെ അതായിരുന്നു ഇടയ്ക്ക് ഈ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കാർ എടുത്തിട്ട് പോകാനായിട്ട് നീ കാർ എടുത്തിട്ട് കൊടുക്കും എന്ന് പറഞ്ഞില്ല, എന്നിട്ട് സാർ കൊടുക്കണ്ട സാർ കാർ കൊടുക്കണ്ട എന്ന് പറയുന്ന ഒരു സീനുണ്ടോ. അയാൾ അത്രയ്ക്ക് ഭീകരനായിട്ടുള്ള ആളല്ല, അത്രയ്ക്ക് റൂഡായിട്ടുള്ള മനുഷ്യനല്ല. പക്ഷെ ഒരു ക്രൈം ഇൻവോൾവ് ആയി അതിന്റെ ഒരു ടെൻഷനിൽ ഇങ്ങനെ പറയുന്നതാ. പക്ഷെ നിൽക്കുന്നൊരു അതായത് അടുത്ത എന്തോ അങ്ങനെ പെടുത്തി ഓൾറെഡി. ഇനി ജോർജ് ഷാ തന്നെ പെടുത്തി. ഇനിയിപ്പോ അവിടുന്ന് വിട്ടുപോകാൻ പറ്റത്തില്ല. ഇതെല്ലാം കളിക്കില്ലേ ഇവര്. ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞിട്ടല്ലേ ഇതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നീടല്ലേ ഇതെല്ലാം മനസ്സിലാകുന്നത്. ഇതെല്ലാം നടന്നു കഴിഞ്ഞു, പിന്നീടാണ് ഇവർ ഈ പറയുന്നതും ഇങ്ങനെ പെടുത്താൻ നോക്കുന്നതും. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഇവർക്ക് അറിയുകയും ചെയ്യാം. അത് മനഃപൂർവ്വം തന്നെ വണ്ടിക്കകത്ത് കയറ്റി വെച്ചത്. അതെ മനഃപൂർവ്വം തന്നെ ചെയ്ത് വെച്ചാണെങ്കിൽ തന്നെയും ഞാൻ ബിനു പപ്പന്റെ കാര്യം പറഞ്ഞത് ചില ഇടങ്ങളിൽ ബ്ലാങ്ക് ആയിട്ടുള്ള, അതായത് ഇപ്പം അന്തം വിട്ട് നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് എനിക്ക് എനിക്ക് മാത്രമായിട്ട് ഫീൽ ചെയ്തായിരിക്കും. ബാക്കി എല്ലാവർക്കും ഫീൽ ചെയ്യാന്ന് എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ല. ഒന്നും കൂടെ കാണുമായിരിക്കും. അത് ഒഴിച്ച് വേറെ എല്ലാരും അത് ഈ എന്താ പറയുക പട്ടി വരാൻ ഈ പറഞ്ഞ പോലെ നായക്കുട്ടി വരാനകത്ത് നല്ല കിട്ടിലമായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. ശോഭനയും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശോഭന മോഹൻലാൽ കോംബോ വലിയതായിട്ട് സംഭവമൊന്നും ഇല്ല. പിന്നെ ഉള്ളതൊക്കെ അടിപൊളിയായിരുന്നു, കുറെ സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അത് പിന്നെ മറ്റേ ട്രെയിലറിൽ തന്നെ വന്നല്ലോ കുറെ സംഭവങ്ങളൊക്കെ, അതൊക്കെ വന്നോണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ
മ്യൂസിക് സിനിമാറ്റോഗ്രഫി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട്. സിനിമാറ്റോഗ്രാഫി എന്തുവാ നമ്മുടെ ഷാജി കുമാർ, പുള്ളി എന്ന് പറഞ്ഞാ പുലിമുരുകന്റെ ക്യാമറ, കാട് വന്ന പുള്ളി പുലിയതല്ലേ. കാട് നല്ല സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. ഉഗ്രനായിട്ട് പ്രത്യേകിച്ച് കാട് മാത്രമല്ല നൈറ്റ് സീൻസ് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചില ക്യാരക്ടേഴ്സിനെ ഒക്കെ ഇടയ്ക്ക് കൊണ്ടുവന്ന് നമുക്ക് കൺഫ്യൂസ് ആകാൻ വേണ്ടിയിട്ട് അവനായിരുന്നോ എന്ന് തോന്നാൻ വേണ്ടിയിട്ട്, ഇപ്പം സപ്പോസ് മറ്റേ വർക്ക്ഷോപ്പിലെ അവൻ ഒന്ന്, രണ്ട് മറ്റേ ഇവരെ കൊണ്ടുവന്നല്ലോ അർജുൻ അശോകനെ കൊണ്ടുവന്നപ്പോ നമുക്ക് എനിക്ക് പിന്നെ അങ്ങനെ ഒന്നും ഞാനങ്ങ് വിട്ടു. ആണോ? ഞാൻ വിട്ടു. സത്യം അവനാണോ മരിച്ചത്? ആ ഒരു ഇത് അത് വന്നു അതില്ല, എനിക്ക് വന്നില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, ഞാൻ മറന്നുപോയി. അങ്ങനെ അവർക്ക് ഈ കഥ പറയുമ്പോ അതായിരിക്കുമോ ചർക്കൻ. നമുക്ക് അതായത് ഞാൻ സത്യം പറഞ്ഞ അയാളെ വിട്ടു കേട്ടോ, അർജുന അശോകനെ ഞാൻ വിട്ടുപോയി. ഓക്കെ, നമ്മൾ അർജുന അശോകനെ കാണിച്ചു അവിടെ. അപ്പം അതായത് അത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിട്ട് ഉറപ്പായിട്ടും സാധാരണ ഒരുത്തിനെ കാണിച്ചാൽ അത് കൺഫ്യൂഷൻ ആവത്തില്ല. അത് ആ സമയത്ത് മോഹൻലാലിന്റെ കാറിന്റെ പ്രേമം മാത്രമേ നമ്മുടെ രജിസ്റ്റർ ആവുന്നത്. പക്ഷേ വേറൊരു സ്റ്റോറി വന്നു. ഞാൻ അപ്പോഴും ലെവലിൽ ചിന്തിച്ചോണ്ടിരിക്കുക നമ്മുടെ വർക്ക്ഷോപ്പിൽ അവന്റെ അല്ല. ഞാൻ ആ സമയത്ത് ഒരാൾ വന്നു, ഇവന്റെ ഈ പെങ്ങടക്ക് എന്തൊരു അഫയർ ഉണ്ടെന്ന് പറഞ്ഞു വന്നപ്പോഴേ മറ്റവനാണോ എന്നുവെച്ചാൽ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബുക്ക് ചെയ്തില്ല. ഓക്കെ, പക്ഷെ അത് ക്ലിയർ ആണ്. പിന്നെ അതുപോലെ ഷട്ടർ ബുക്ക് ചെയ്തു. അത് തന്നെ. പിന്നെ അതുപോലെ തന്നെ എന്താ പറഞ്ഞ അങ്ങനെ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമ്മള് പ്രേക്ഷകനെ കൺഫ്യൂസ് ആക്കുന്നില്ലേ, അത് നല്ല രസമായിട്ട് ആ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ദൃശ്യം റെഫറൻസ് ഇവർ എടുത്തോന്നിട്ട് ഒരു ദൃശ്യം പഠിച്ചുകൊണ്ട് ഉണ്ടാവും കാണുന്നു. പിന്നെ ഇപ്പം പോലീസ് സ്റ്റേഷനും മോഹൻലാലും പോലീസുകാരും തമ്മിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ആൾക്കാർ കമ്പയർ ചെയ്യും. പല കഥയിൽ തന്നെ ദൃശ്യം മോഡല് പറയുന്ന ആൾക്കാർ അതെ, ഓട്ടോമാറ്റിക്കായിട്ട് ആ റെഫറൻസ് പോകും. സോ അത് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് എങ്ങനെ ദൃശ്യത്തിനകത്ത് ഒരു സാധനം ഇതിനകത്ത് എങ്ങനെ വരാതിരിക്കാം എന്ന് എന്തായാലും നോക്കിക്കാണുന്നത്. അത് ഉറപ്പായിട്ട് നോക്കിക്കാണും, അല്ല പിന്നെ നടക്കത്തില്ലല്ലോ. ഇല്ല പിന്നെ ഇങ്ങനത്തെ അഭിപ്രായം വരത്തില്ലല്ലോ. അതെ, നമ്മളിപ്പോ ഇങ്ങനെ ചിന്തിക്കുന്നോണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. മോഹൻലാല് ഏതൊരു ഇന്റർവ്യൂ ഒരുത്തൻ ചോദിക്കുന്ന കേട്ടായിരുന്നു, മോഹൻലാല് പഠിപ്പ് കുറഞ്ഞ ഒരാളായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഡേഞ്ചർ ആണല്ലോ. അതെന്താ ഡേഞ്ചർ? അത് കളക്ഷൻസ് പോകുമല്ലോ. എക്സാമ്പിൾ പുലിമുരുകൻ, ഒപ്പം, ദൃശ്യം ഇതെല്ലാം അതിനകത്തെല്ലാം പഠിപ്പ് കുറഞ്ഞ ആൾക്കാരല്ലോ. അതെല്ലാം റെക്കോർഡുകളാണല്ലോ. അപ്പോ അത് ഇതേപോലെ തന്നെ അടുത്ത ഷൺമുഖനാണോ എന്ന് ചോദിക്കുന്നത്. ഷൺമുഖനാണ്. 50 കോടിയൊക്കെ കിട്ടു എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതെ, അത് ഒരു ഹൈപ്പും ഇല്ലാതെ തോന്നുന്നു. എമ്പുരാനൊക്കെ വന്ന ഫുൾ ഹൈപ്പിലാണ്. അതാണ് ഈ മോഹൻലാലിന്റെ ഒരു പവർ. അതാ ഒരാൾക്കും ഇതേപോലെ വീട്ടിലിരിക്കുന്ന ഒരാളെ പിടിച്ച് എഴുന്നേപ്പിച്ച് തിയേറ്ററിൽ കൊണ്ടുവരുന്നത് മോഹൻലാലിന്റെ അത്രയും കഴിവില്ല അങ്ങനെ കൊണ്ടുവരുത്താൻ. പിന്നെ ഒരു കാര്യമുണ്ട്, തരൺമൂർത്തി എടുത്ത പ്ലാനുകളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇനി ഉള്ള ഫിലിം മേക്കേഴ്സ് അതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു സ്പോയിലറും വിടാതെ എന്താണ് പടത്തിന്റെ ഒരു ഇത് മാസ് എലമെന്റോ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അതൊന്നും റിവീൽ ചെയ്യാതെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഓഡിയൻസ് ഉണ്ട്, ആദ്യം കയറുന്ന ഓഡിയൻസ്, അവരുടെ മൗത്താണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി. അവർ ഓക്കെ പറഞ്ഞാൽ പിന്നെ എല്ലാവരും ഏറ്റെടുക്കും. അങ്ങനെ കൊണ്ടുവന്ന നടക്കും ഇതെല്ലാം. അതിന് ഈ ഫിലിം മേക്കറിന് അത്രയും കോൺഫിഡൻസ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ വിവാദം അത് ഇതൊക്കെ വേണം പടം ചെയ്തിരിക്കണം. മലക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ പടം ഈ ഇത്രയും മാസാക്കി ആ തിനു പാപ്പച്ചൻ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അത് തന്നെ സത്യം പറഞ്ഞാൽ പടത്തിന് ഏറ്റവും വലിയ വിനയായത്. അല്ല അങ്ങനെ പറയാതെ ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലൂടെ മാറിയാനേ എനിക്ക് തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി വരും നെഗറ്റീവ് അഭിപ്രായം വരും, കാരണം എന്ന് വെച്ചാൽ പടത്തിനകത്ത് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. പക്ഷെ എന്നാലും ഇത്രയും വലിയൊരു അറ്റാക്ക് ഉണ്ടാകത്തില്ലായിരുന്നു. എനിക്ക് പുള്ളിയെ പോയിന്റ് ഔട്ട് ചെയ്യാൻ ഇതിനകത്ത് മൊത്തത്തിൽ പാളിലുണ്ട്. മലക്കാട്ട വാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനമാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തുടക്കം മുതലേ പാളിയിട്ടുണ്ട്. ഒന്ന് പോസ്റ്റർ വിട്ടത്, അതായത് മോഹൻലാലിന്റെ വാലിബന്റെ വലിയൊരു കാൽപാദത്തിന്റെ ഒരു ഫോട്ടോ പോസ്റ്ററായിട്ട് ഇവർ റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്തതിന് ശേഷമാണ് വാലിബൻ ഇതിനകത്ത് ജയിന്റ് ആണെന്നും അതിന് തിയറികളൊക്കെ വന്നു. ഒന്ന് രണ്ട് മാർക്കറ്റിംഗ് ഭയങ്കരമായിരുന്നു. മാർക്കറ്റിംഗ് ഭയങ്കരമാണ്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. മാർക്കറ്റ് ചെയ്തത് മാസമായിട്ടും വന്നത് ക്ലാസ് ആയിട്ടും ആയി. ക്ലാസ് ഒന്നും പറയാൻ പറ്റില്ല, അതിനകത്ത് കുറെ പ്രശ്നങ്ങളുണ്ട്. രണ്ട് ട്രെയിലർ വന്നപ്പം മറ്റേ ഇത് പിടിച്ച് വലിക്കുന്നു, അത് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുന്ന ഒരു സാധനം വന്നപ്പം ആൾക്കാർ ഉറപ്പിച്ചു, ഓക്കെ ഇത് മല്ലനാണ് ഭയങ്കര ഒരു തരൺമൂർത്തി പറഞ്ഞത്.
ഞാനൊരു ഇത് കണ്ടിട്ട് ആൾക്കാർ ബാഹുബലിയാണ് പ്രതീക്ഷിച്ചത്, കിട്ടിയപ്പോ ബാഹുബലിയല്ല. അതാണ് അത് അങ്ങനൊരു സംഭവമാണ്. അപ്പൊ അതിനകത്ത് തന്നെ വടം നോക്കിയാൽ മതി, ആൾക്കാരുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ വലിയ വടമാണ്, അത് പിടിച്ചു വലിക്കുന്ന അധികാരനായിട്ടുള്ള വലിയൊരു ഭയങ്കര മനുഷ്യനാണെന്നാണ് അതിനകത്ത് കണ്ടാൽ മനസ്സിലാവും. സത്യം പറഞ്ഞാൽ അത് ചിലപ്പോൾ തെരുമുട്ടി കൊടുത്തായിരുന്നെങ്കിൽ അടിയിലേക്ക്. അതിനകത്ത് എനിക്ക് അന്നും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാധനങ്ങൾ ഒറ്റ ഷോട്ടിലൊക്കെ മെനക്കെടാതെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇമോഷൻസ് ഒന്നും കൺവേ ആക്കില്ല. അതാണ് വാലിബന് പറ്റിയ 100% എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്. മോഹൻലാൽ ഒരു ക്ലോസപ്പ് ഷോട്ട് ഒന്നും വെച്ചിട്ട് ഒരു സാധനം കാണിച്ചിട്ടില്ല. മോഹൻലാല് അതായത് വാലിബന്റെ ഗുരുവായിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. ആ സീൻ തന്നെ ഒരു ലോങ് ഷോട്ടിൽ ബാക്കിൽ ഒരു മലയിൽ ഫ്രണ്ടിൽ നിന്നിട്ട് ഇവർ സംസാരിക്കണം, അങ്ങനെ ഇമോഷണൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെന്തോ ഒരു നാടകം കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ മെനക്കെട്ട് അത് ഓരോരുത്തരുടെയും ഇമോഷൻ ക്യാപ്ചർ ചെയ്ത് നമുക്ക് ചില സമയത്തൊക്കെ ഒരു കണ്ണീര് നമ്മൾ ഒരാളുടെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു. അതാണ് ഇതിനകത്ത് ഈ തുടരിനകത്ത് അതെ ഇമോഷൻ. ജോസാർ വന്നിങ്ങനെ നോക്കുന്നു, മോഹൻലാൽ പോലീസ് ജീപ്പിനകത്ത് ഇരുന്ന് നോക്കുന്നു, നമുക്ക് കിട്ടി അവിടെ. അതാ കറക്റ്റ് ആയിട്ട് ഒരു ഡയലോഗ് പോലും ഇല്ല. അത് ഈ വാലിബനെ നടത്തുന്നത് വാലിബൻ, ഞാൻ സ്റ്റിൽ പറയാണ്, വാലിബന് അതുപോലെ തന്നെ വാലിബൻ മാത്രം, വാലിബൻ സ്ക്രിപ്റ്റ് അടിപൊളിയായിരുന്നു, പക്ഷെ അതിനകത്ത് മേക്കിങ്ങിൽ പറ്റിയ കുഴപ്പമാണ്. പോസ്റ്റ് പ്രൊഡക്ഷനിൽ പറ്റിയ സാധനം മേക്കിങ്ങിൽ പറ്റിയ സാധനമാണ് ആ വാലിബനെ തിരിച്ചടിച്ചത് 100% ഉറപ്പാണ്. അത് ഇങ്ങനെയുള്ള സീൻസ് പ്രോപ്പറായിട്ട് ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്നും എല്ലാം ക്യാമറ എടുത്ത് മെനക്കെട്ട് എടുത്തിരുന്നെങ്കിൽ വാലിബൻ വിൽ ബി ദ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഓഫ് മോഹൻലാൽ. സീരിയസ്ലി പറയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കിടില സ്ക്രിപ്റ്റ് ആയിരുന്നു. അതിന് രണ്ടാമതൊരു പാർട്ട് ഇറങ്ങിയതിനെ അതും കിടിലാണ്. ജയിന്റിന്റെ ഒരു കാര്യവും പുറത്ത് പറയാതെ അവസാന നിമിഷം ഒരു ജയിന്റ് വന്നായിരുന്നെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് അത് വൃത്തിയായിട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ആ ജയിന്റിന് അടിപൊളിയായിരുന്നു. അതൊന്നും ഇതെന്താ പറഞ്ഞ അതൊന്നും ആ അറ്റത്ത് എത്തിയപ്പോഴത്തേക്ക് ഇതാണ് പടം എന്നുള്ളൊരു മൈൻഡിലായി പോയി ആൾക്കാർ. അത് മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്, ആദ്യം ഒരു ഒറ്റ ഫിലിമായിരുന്നു, അതിനെ രണ്ടാക്കാൻ ശ്രമിച്ചോണ്ടാ ഇങ്ങനെ ആയി പോയെന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. പക്ഷെ നല്ലതായിരിക്കാം. പക്ഷെ അതൊക്കെ അതിനകത്ത് പറ്റിയ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് അത് സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് താരതമ്യം ചെയ്യാം, എങ്ങനെ ഇതിന്ന് പ്ലസും മൈനസും വന്നേന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഇത് നോക്കാം. കാരണം എന്താ വെച്ചാൽ ഇതൊരു ന്യൂ ഡയറക്ടറാ. LJP മോഹൻലാലിനെ വെച്ച് ചെയ്യുമ്പോഴും ന്യൂ ആ. LJPയുടെ ആദ്യത്തെ പടം മോഹൻലാലിന്റെ, തരുണിന്റെ ആദ്യത്തെ പടം മോഹൻലാലിന്റെ. എങ്ങനെ മോഹൻലാലിനെ പ്രസന്റ് ചെയ്തു എന്നുള്ളതാ ഒരു ഫാൻ ബോയ് പടം. LJPയും കൊണ്ടുവന്നത് ഒരു ഫാൻ ബോയ് ഫിലിം പോലെയാണ് കൊണ്ടുവന്നത്. മോഹൻലാലിനെ അങ്ങനെ അവതരിപ്പിക്കുകയായിരുന്നു, ഇത് മോഹൻലാലിനെ അവതരിപ്പിക്കുകയായിരുന്നു. അതെ, പക്ഷെ അവതരിപ്പിച്ച രീതി മാറി. അത് ഇതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി, അതായത് വാലിബന്റെ ഇൻട്രോ സീൻ കണ്ടിട്ട് തിയേറ്റർ കുലുങ്ങുമെന്നാണ് പറഞ്ഞത്. പുള്ളി ഒരു ഫിലിം മേക്കറാണ്. പുള്ളിയുടെ മനസ്സിലൊരു ഇത് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ക്രീൻസ് കാണുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല ഇതെങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അയാൾ നോക്കിയപ്പം എന്തായിരുന്നു, കള്ളം കൂടെ താഴെ വീണ് പൊട്ടുന്നു, അതിലേക്ക് ഒരാൾ ചാടി കാല് മാത്രം കാണിക്കുന്നു, അതിലെല്ലാം ഉണ്ട്. അങ്ങനെ ഷോട്ടുകൾ എടുത്തു വെച്ചപ്പോൾ അതിനകത്ത് മാസ് കാണിക്കാനുള്ള എല്ലാ എലമെന്റും ഉണ്ട്. കിടിലം ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ വെച്ചിട്ട് കിടിലമായിട്ട് കാണിക്കാൻ പറ്റുന്ന സാധനമുണ്ട് അതിനകത്ത്. വെറും ആഫ്റ്റർ കണ്ടു കാണത്തില്ല പുള്ളി. പോസ്റ്റ് പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അത് മൊത്തത്തിൽ ചേഞ്ച് ആയി പോയി കാണും. എല്ലാരും മ്യൂസിക്കിനെ കുറ്റം പറഞ്ഞായിരുന്നില്ല അതിനകത്ത്. ആ മ്യൂസിക് ഇപ്പോഴത്തെ പിന്നൊരു കാര്യമുണ്ട്, ഓരോ മേക്കറിന്റെ ഓരോ ശൈലിയാണ്. LJP പറയുന്നുണ്ടല്ലോ, നമ്മുടെ ആൾക്കാരെ ഇതിലോട്ടല്ല പോരണ്ടേ, നമ്മുടെ മേക്കിങ്ങിലോട്ട് ആൾക്കാർ കൊണ്ടുവരണ്ടേ എന്നാ. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ എൻഗേജ്ഡ് ആയിട്ട് ആൾക്കാർക്ക് അതാണ് തുടക്കം മുതൽ അവസാനം വരെ ബോറടിക്കാതെ കണ്ടിരിക്കാതെ ആൾക്കാരെ എൻഗേജ് ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ടോ എങ്കിൽ മാത്രം ഒരു പടം വിജയിക്കത്തില്ല. അതെ, അതില് മലക്കോട്ടെ വാലിബൻ വൻ ഫെയിലിയർ ആയിരുന്നു, അതുകൊണ്ടാണ് പടം പോയത്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ലൊരു പടമായിരുന്നു, അത് പോയി. അതിനകത്ത് വന്ന കാര്യങ്ങൾ ഇതിനകത്ത് വന്നായിരുന്നു ഇതും പാളിപ്പോയ. പക്ഷെ അതിനകത്ത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് പറഞ്ഞാൽ ഉള്ളി അരിയുന്ന പോലെയാണ് മറ്റേ ഇത് സീൻസ് കട്ടിക്കൊത് വെച്ചേക്കുന്നത്. അത്രയും പാക്കഡ് ആയിട്ടുള്ള സീൻസാണ്. സീനിനകത്ത് തന്നെ എത്ര ഷോട്ടുകളാണ് വെച്ചിരിക്കുന്നത്. അത് ആ ഒരു ജോണറിൽ നിന്ന് വിട്ടുപോകാതെ പിടിച്ചു വരുത്തുന്നുണ്ട് പ്രേക്ഷകർ. അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. പിന്നെ മ്യൂസിക്, അത് കഴിഞ്ഞിട്ട് വില്ലന്റെ കാര്യം പറഞ്ഞില്ല നമ്മൾ ഇതുവരെ.
എന്താണ് ജോസാറിന്റെ യഥാർത്ഥ പേര് പ്രകാശ് വർമ്മ എന്നാണ് തോന്നുന്നു പുള്ളിയുടെ യഥാർത്ഥ പേര്. നമ്മുടെ ജഗന്നാഥ വർമ്മയുടെ നെഫ്യൂ ആണ്. അസാധ്യമാണ്. ഇതുവരെ എവിടെ ആയിരുന്നു, എനിക്കത് എവിടെ പോയി കിടക്കുമായിരുന്നു. പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണ് പടത്തിന്റെ എക്സ്പാക്ട്. നമ്മള് മോഹൻലാലിനെ പെർഫോം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പുള്ളി വന്ന് ഇന്നപ്പോഴാണ് ഉണ്ടായത്. അത് സി നമ്മള് പണ്ടത്തെ പടം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ FIR-നകത്തെ വില്ലനല്ലേ, പുള്ളി അതിനകത്തൊരു ക്ലാസ് വർക്ക് പരിപാടി ചെയ്യുന്നത്. പുള്ളി ഇങ്ങോട്ട് വരും, എന്നിട്ട് കുറച്ച് ഡയലോഗ് അടിക്കും, ഒരു സ്റ്റാൻഡേർഡ് വില്ലൻ, മനസ്സിലായി, നായകന്റെ മേളിൽ നിൽക്കും. അതെ, നായകൻ എന്ത് ചെയ്യണമെന്ന് അറിയാമായിരിക്കും. അമ്മ അതൊരു നായകൻ എപ്പം പൊട്ടും പുള്ളി എങ്ങനെയാണ് എപ്പോഴാണ് ഇതിലോട്ട് വരുന്നത് നോക്കണം. മോഹൻലാലിന്റെ അപ്പത്താ നിൽക്കുന്നത്. അതെ, അത് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയെടുത്ത് ഇതെന്റെ പടം കാണിക്കാൻ പറ്റിയ ഇതെന്റെ പടവാ, നീയല്ല നായകൻ ഞാനാണ് എന്ന് മോഹൻലാലിന്റെ പടത്ത് മോഹൻലാലല്ല ഷൺമുഖത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്. അത് ആ സമയത്താണ് ചിരിയാണ്, ചിരി ഒരിടത്തൊരു ദേഷ്യം കാണിക്കുന്നെങ്കിൽ ചിരിച്ചോണ്ടാ കാണിക്കുന്നത്. അതാണ് ആ ഹലോയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എല്ലാരും എടുത്തിട്ട് തല്ലുന്ന നല്ല നല്ല അസാധ്യ ഒരു ആക്ടറാണ്. അത് കിടിലം വിഷങ്ങൾ കിട്ടും ഉറപ്പായിട്ട് 100% ഉറപ്പാണ്. അതാ പുള്ളിയായിരുന്നു എക്സ് ഫാക്ടർ. അതായത് ഈ എന്ന് പറഞ്ഞ പുള്ളി എന്ന് പറയുന്നത് അത് പറയുന്നുണ്ട്, റാന്നി കോന്നി ഏരിയയിലെ എന്താ പറഞ്ഞ SI ആണ് ഞാൻ, അല്ല SI അല്ലല്ലോ, CI ആണ് ഞാൻ. എന്റെ ഏരിയയിലാണ് 36 വർഷം സർവീസ് ഉണ്ട് എനിക്ക് എന്റെ ഏരിയയിലാണ് നീ ഇപ്പൊ നിൽക്കുന്നത്, ഞാൻ അറിയാതെ ഒന്നും നടക്കത്തില്ല, നീ എന്തേലും ഒന്ന് ചെയ്ത അങ്ങനെ ഒരു ഡയലോഗ് എന്താ പറഞ്ഞത്. പുള്ളി അത് ഈ കാട്ടിലെ സിംഹം, പുള്ളിയുടെ സംസാരം തന്നെ ഗർജനം പോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രൗളിംഗ് ഉള്ള ഒരു വോയിസും അതിൽ ഓരോ കാര്യങ്ങൾ പറയുന്നതും പുള്ളി സർവ്വ പവർ എടുത്തു വെച്ചിട്ടാണ് അതിനകത്ത് പറയുന്നത്. ഈവൻ വിനുപ്പു ഒരു നെഗറ്റീവ് ഇതിലോട്ട് ഷെയ്ഡിലുണ്ടെങ്കിൽ പോലും പുള്ളിയുടെ ഫ്രണ്ടിൽ ഒന്നുമല്ല, അതെ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് നല്ലൊരു എന്താ പറഞ്ഞ ആ സ്ക്രിപ്റ്റിങ്ങിന്റെ ഇതാണ്, സ്ക്രിപ്റ്റിന്റെ ഫലമാണ് സംഭവം. അത് നല്ല അടിപൊളിയായിട്ട് പുള്ളി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നല്ല അസാധ്യതാണ്. പുള്ളി ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഈ പടം ഇത്രയും ഹൈയിൽ പോയില്ലായിരുന്നു. നമ്മളൊരു വില്ലൻ മോളിൽ കയറി നിൽക്കുമ്പോഴാണല്ലോ നായകൻ അവസ്ഥയിൽ നിന്ന് അതിന്റെ മുകളിൽ കയറി വരുമ്പോഴാണ് നമുക്ക് അത് പടം നമുക്കും കൂടി സാറ്റിസ്ഫാക്ഷൻ വരും. ആ സാറ്റിസ്ഫാക്ഷൻ ഈ വില്ലൻ ഈ മോളിൽ കയറി നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നടക്കത്തില്ല. അങ്ങനെ കുറെ സംഭവം. മോഹൻലാല് തിരിച്ചു വന്നു. മോഹൻലാൽ എവിടെയും പോയിട്ടില്ല, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. മോഹൻലാൽ സിമ്പിൾ ആയിട്ടില്ല. സിദ്ദിഖ് പറഞ്ഞ ഇത്രയും കുറ്റം പറയും, 10 പടങ്ങൾ പൊട്ടും, പക്ഷെ ഒരു പടത്തിൽ പുള്ളി തിരിച്ചു വരും. അപ്പൊ ഈ പറയുന്നതെല്ലാം തിരിച്ചു വരും. പല വ്ളോഗേഴ്സും അല്ലെ റിവ്യൂവേഴ്സും വന്നിരുന്നിട്ട് കുറ്റം പറഞ്ഞായിരുന്നല്ലോ, മോഹൻലാൽ അതിനൊന്നും പറ്റത്തില്ല, കണ്ണിന്റെ അടിവശം മരിച്ചുപോയി, ഇനി അതൊന്നും പറ്റത്തില്ല, വിന്റേജ് മോഹൻലാൽ എന്ന് പറഞ്ഞ സാധനം ഇനി തിരിച്ചു വരുന്നില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അതാണ് പുള്ളി. ഇത്രേ ഉള്ളൂ പുള്ളിക്ക് ഒരു എന്താ പറഞ്ഞ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയാൽ സാധനമായിട്ട് കൊടുത്താൽ മതി, പുള്ളി കയറി വരും. അത് അതിലെ പറഞ്ഞ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ എന്ത് വൃത്തിട്ട പേരാണോ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവര് നിരത്തിട്ട് കൊടുത്തിട്ടുണ്ട്. സെൽഫ് ട്രോള് അല്ലാത്തവരെ ട്രോൾ ചെയ്ത് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്, നിരത്തി കൊടുത്ത്. എനിക്ക് ആദ്യമേ പടം കണ്ടപ്പോ കത്തിയില്ല, പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് റിവ്യൂ ഉണ്ടപ്പോഴാണ് ശരിയാണല്ലോ. ഞാൻ ഓരോ മൊമെന്റിലും ചിരിക്കുമായിരുന്നു. ഓരോ എന്ന് വെച്ചാൽ ഈ ഇരുത്തി പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഒന്നേ മോഹൻലാലിനെ കളിയാക്കും, ഇല്ലെങ്കിൽ മറ്റാളെ കളിയാക്കും, ഇല്ല ഇവിടെ പാട്ടിട്ട് ഡാൻസ് കളിക്കാൻ പറഞ്ഞില്ലേ, ഡാൻസ്. പിന്നെ എനിക്ക് കത്തത് മമ്മൂട്ടിയുടെ ഡാൻസ് ആയിരുന്നു. മോഹൻലാൽ വെളി വന്നിട്ട് അത് കിടിലായിരുന്നു. അതൊക്കെ നിങ്ങൾ കാണണ്ടേ, മമ്മൂട്ടി ഫാൻസ് കാണുന്നതാണ്. പുള്ളിയുടെ കംബാക്ക് അല്ല, എന്താ പറയുക, ആ പഴയ മോഹൻലാലിനെ കാണാൻ പറ്റിയില്ല എന്നുള്ള ഒരു സന്തോഷമാണ് മൊത്തത്തില്. ആ പടം കണ്ടിട്ട് ഇറങ്ങിയപ്പോ എനിക്ക് ആ പടം വിജയിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നിന്നത് എനിക്കതാണ്. പിന്നെ ആക്ഷനിലോട്ട് വരുമ്പോൾ ഞാൻ പറയുന്നത്, സ്റ്റണ്ട് സിൽവയാണ് ആക്ഷൻ ചെയ്തേക്കുന്നതിനകത്ത് സെയിം സ്റ്റണ്ട് സിൽവയാണ് എമ്പുരാനിൽ ആക്ഷൻ ചെയ്തേക്കുന്നത്. എന്തൊരു ഡിഫറൻസ് ആണ്. സ്റ്റണ്ട് സിൽവയാണ് എമ്പുരാന് വേണ്ടിയിട്ട് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്, സെയിം സ്റ്റണ്ട് സിൽവയാണ് തുടരുമെന്നതിൽ ആക്ഷൻ ചെയ്തേക്കുന്നത്.
അത് കണ്ടില്ലേ, മാറ്റം കണ്ടില്ലേ? അതെന്താ പിന്നെ അങ്ങനെ വന്നേ? എമ്പുരാനത്തെ ആക്ഷൻ സീൻസ് കുറച്ച് ഓവർ, കത്തി എറിയുന്ന കുറച്ച് ഓവറാന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഏതിന്റെ ക്ലോസ്ഡ് മുറിയും ഓപ്പൺ ഇതും സ്ഥലത്തുള്ള വ്യത്യാസം തോന്നുന്നു. ജംഗിൾ ഫൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു, സംഭവം കുളത്തിലാന്നല്ല പറയുന്നത്, പക്ഷെ അതിലും ബെറ്റർ ആയിരുന്നു തുടരുത്തിലെ ഫൈറ്റ്. അതാണ് മേ ബി. പക്ഷെ എനിക്ക് തോന്നുന്നത് സൗണ്ടിങ്ങിന്റെ ഗുണമായിരിക്കും എന്നാ തോന്നുന്നത്. സൗണ്ടിങ് നല്ലതായിരുന്നു. ഒരു കിന്റെ ഇടി കിട്ടിയെന്നാണ് വന്നതില്ലേ, ആ ഒരു ഫീൽ നമുക്ക് കിട്ടി. ആർഡിക്സിലൊക്കെ ഒരു ഇടി കിട്ടുമ്പോൾ നമുക്ക് ഇടി കിട്ടി, ആ ഒരു സാധനം ഇവിടെ കിട്ടിയായിരുന്നു. എനിക്ക് സൗണ്ടിങ്ങിന്റെ ഒരു ഗുണമാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ മോഹൻലാല് ആ ഇങ്ങനെ പിടിച്ചിട്ട് തൊട്ട് വീണിട്ട് ബാക്കിൽ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തൊരു അടിയുണ്ട് കാല് വെച്ചിട്ട്, അത് ഇടി കിട്ടുമ്പോൾ നമുക്കറിയാം കിട്ടിന്നുള്ള. പിന്നെ ഈ ഗ്ലാസ്സിൽ എടുത്തിട്ട് ബിനുപപ്പൂനെ പൊട്ടുമ്പോ അത് അടിപൊളിയായിട്ട് അത് നമുക്ക് ഫീൽ ചെയ്യും. ശരിയാണ്, അത് നമുക്ക് ആ അയ്യോ ബിനുപപ്പു അത് സർവൈവ് ചെയ്യുക എന്നുള്ള ഒരു ഇത് കിട്ടുമായിരുന്നു. ശരിയാ, അത് സൗണ്ടിങ് നല്ലായിരുന്നു. മറ്റേ നമ്മുടെ എന്താ പറയുക പേര്, ഗോവിന്ദ് വസന്ത. ഗോവിന്ദ് വസന്തയുടെ പേര് അവസാനം എഴുതി കാണിച്ചോന്ന് എനിക്ക് അങ്ങനെ തോന്നി. അത് ഒറിജിനൽ തോന്നിയതാണോ എഴുതി കാണിച്ചോ എന്താണെന്ന് അറിയത്തില്ല. സൗണ്ടിങ്ങിന്റെ എന്തോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എഴുതി കാണിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കണ്ടതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മ. അത് എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. ബട്ട് എന്താണ് ഇൻപുട്ട് എന്ന് എനിക്കറിയില്ല, ശരിക്കും അറിയില്ല. ബട്ട് എന്തോ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ. പാടിപ്പിച്ചില്ല. സിംഗറിന്റെ ഇതിലല്ല എഴുതി കാണിച്ചത്, സൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്തോ ഒരു സംഭവമായിട്ടാണ് എഴുതി കാണിച്ചത്. അത് ചിലപ്പം ഈ മേ ബി മിക്സിങ്ങിനകത്ത് വരത്തില്ലല്ലോ ഇല്ല, ഈ ഫ്ലോക്ക് സോങ്ങിന് വേണ്ടി ചിലപ്പോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോന്ന് അറിയത്തില്ല. സൗണ്ട് ജാക്സ് വിജയ് ഒരു രക്ഷയില്ലോ, പുള്ളി അടിപൊളിയായിട്ട് സാധനം ചെയ്ത്. ഇനിയിപ്പം അടുത്ത നമ്മുടെ ഐ ആം ഗെയിം ദുൽഖറിന്റെ, അതിനകത്ത് പുള്ളിയാണ് ചെയ്യാൻ പോകുന്നത്. ഐ ആം ഗെയിം എന്ന് പറഞ്ഞിട്ട് ദുൽഖറിന്റെ ഒരു പടം പറ്റുന്നത്, മറ്റേ ആർഡിക്സിന്റെ ഡയറക്ടറുടെ. പുള്ളി അതിന്റെ കത്തിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ദീപക് ദേവ് പറഞ്ഞു ഞാൻ കത്തിച്ചിരിക്കുന്നു, കത്തിക്കടേ. നമ്മള് ഈ ഒരു ഇതുണ്ട്, മോഹൻലാൽ ഫാക്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. മോഹൻലാൽ ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇത്രയും ക്രൗഡിനെ തിയേറ്ററിൽ എത്തിക്കാൻ കഴിയുന്ന വേറെ നടൻ സത്യം പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രി ഇല്ല. ഇത്ര ഒരു പടത്തിന് പോസിറ്റീവ് വന്ന എക്സ്ട്രാ പോസിറ്റീവ്, ഒരു നെഗറ്റീവ് ഇല്ലാതെ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ, ഇതുപോലൊരു പോസിറ്റീവ് വന്നത് ഇതിന് മുമ്പ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് മമ്മൂട്ടിയുടെ ഭ്രമയുഗമായിരുന്നു. എനിക്ക് ഭയങ്കര പോസിറ്റീവ് വന്നു, എല്ലാവരും പോസിറ്റീവ് വന്നു. പക്ഷെ ഇങ്ങനെ ഒരു ക്രൗഡിനെ തിയേറ്ററിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല മമ്മൂട്ടി എന്ന് പറഞ്ഞ്. പക്ഷെ മോഹൻലാലിന് അത് സാധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കാണേണ്ടത്. ദൃശ്യത്തിനകത്താണ് ആ ഒരു ഇമ്പാക്ട്, മോഹൻലാലിന്റെ പവർ അറിഞ്ഞത് ഞാൻ അറിഞ്ഞത് ദൃശ്യത്തിലാണ്. ഞാൻ തൃശ്ശൂർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജോർജ് ഏട്ടൻസ് ഇതിലാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് അന്ന് തന്നെ ആ ഒരു പോസിറ്റീവ് സാധനം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളടുത്ത് എന്താ വ്യത്യാസം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നവരെല്ലാം വന്നുകൊണ്ടിരിക്കും, കണ്ടോ കണ്ടോ കണ്ടോ, അതാണ് പിന്നെ നടക്കുന്നത്. പിന്നെ നടക്കും മോഹൻലാലിന്റെ പടം പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുലിമുരുകൻ തന്നെ ആ സമയത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഒന്നും പോയി കണ്ടില്ല. അന്ന് നമുക്ക് എന്തോ വിഷയം ഉണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. അപ്പൊ എല്ലാവരും വരുന്നവരെല്ലാം നമ്മുടെ വിസിറ്റേഴ്സ് വരുന്നവരെല്ലാം പറഞ്ഞു പുലിമുരുകൻ കണ്ടു. ഈ പറഞ്ഞു നമുക്ക് അയ്യോ ഒന്ന് കാണണമല്ലോ. അതെ, അങ്ങനെയാണ് നമ്മൾ തിയേറ്ററിൽ എത്തിയത്. അത് ആരാ വന്ന് ചോദിക്കുന്നത്? ഫാമിലി, ഫ്രണ്ട്സ് പോട്ടെ, ഫ്രണ്ട്സ് കാണുന്ന ഫാമിലിയൊക്കെ ഓരോ ഫാമിലി വന്നിട്ട് ചോദിക്കും അത് കണ്ടോ അത് കണ്ടോ. അതെ, മോഹൻലാലിന്റെ ഒരു പടം വന്നു കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് ആണ്. അങ്ങനെ ഈ പറഞ്ഞ അതാണ് സ്ലീപ്പർ സെൽസ് എന്ന് പറയുന്നത്. 1-2 പ്രാവശ്യം പോകുന്ന ഒരു കുറ്റവും പറയാതെ മോഹൻലാലിന്റെ പടം കണ്ടുക, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലാതെ വരെ മനസ്സ് വെച്ചേക്കും, നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയും. നല്ലതാന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാവരും ചോദിക്കും നിങ്ങൾ കണ്ടോ എന്താ പോയി കാണണം. അതാണ് മോഹൻലാൽ അങ്ങനെയാണ് നമ്മളെ തിയേറ്ററിൽ എത്തിക്കുന്നത്. അതെ, അത് ഓട്ടോമാറ്റിക്കാണ്. ഇതിപ്പം നമ്മള് അതുപോലെ മാർക്കറ്റ് ചെയ്തേക്കുന്നു. ഓൺലൈൻ ഒന്നും ഇല്ല, ഓഫ്ലൈനിൽ മാർക്കറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് പോസ്റ്ററുകള്, ഹോർഡിങ്സ് വന്ന് ജീപ്പിനകത്ത് വിളിച്ചു പറഞ്ഞിട്ട് പോയി പഴയ കാലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ എത്തിയിട്ടുണ്ട്. പഴയ കാലത്തെ ടിക്കറ്റ് ഡിമാൻഡ് ഇത്രയും സൺഡേ ഞങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന സൺഡേ, ഇന്ന് ടിക്കറ്റ് കിട്ടാനില്ല. ടിക്കറ്റ് അന്ന് തന്നെ ആണെങ്കിലും ഞാൻ പോസിറ്റീവ് വന്നില്ലേ, നമ്മള് പോസിറ്റീവ് വന്നു. അപ്പം ഫസ്റ്റ് ഡേ തന്നെ പടം പോയി കാണുന്നത് വളരെ കുറവാണ്. ഇപ്പം നല്ലൊരു റിവ്യൂ ഒക്കെ, അതായത് റിവ്യൂ മൊത്തം കാണാറില്ല, ജസ്റ്റ് അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഓക്കെ കൊള്ളാമെങ്കിൽ മാത്രം. എന്ന് വെച്ചാൽ ഒരു മാസത്തെ തന്നെ 100 മൂവീസാണ് ഇറങ്ങുന്നത്. അപ്പൊ എല്ലാം കൂടെ ഒന്നും പോയി കാണാൻ നമുക്ക് പറ്റില്ല. നല്ല പ്രതീക്ഷ ഉള്ളതാണെങ്കിൽ, ഭയങ്കര എക്സ്പെക്ടേഷൻ ഹൈ ആണുള്ളതാണെങ്കിൽ
ഫസ്റ്റ് ഡേ പോയി കാണും. എക്സാമ്പിൾ അവഞ്ചേഴ്സ് എന്നൊക്കെയുള്ള സാധനങ്ങൾ ഹൈ ഹാർഡ് കോർ ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി കാണും. അതല്ലാതെ പടങ്ങൾ ഞാൻ അങ്ങനെ ഫസ്റ്റ് ഡേ അങ്ങനെ തലവെക്കാറില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ തലവെക്കാറില്ല. ഞാനൊരു അഭിപ്രായം അറിഞ്ഞ് മേ ബി ആ നൈറ്റിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസമായിരിക്കും പോകുന്നത്. ഇന്ന് ഇതിന്റെ കാര്യം ഞാൻ അറിഞ്ഞതിന് ശേഷം ഓക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇതേപോലെ വന്നിട്ടുണ്ട് ഭയങ്കര റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അപ്പോഴേ ബുക്ക് മൈ ഷോ എടുത്ത് വെച്ച് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം മഞ്ഞടിച്ച് ഇറക്കാണ്. മനസ്സിലായോ? അതാണ് മോഹൻലാലിന്റെ പവർ. നമ്മൾ ഈ ടിക്കറ്റ് നമ്മൾ ഉണ്ടല്ലോ ഫ്രണ്ടിൽ 2-3 ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ഫാമിലി ഓഡിയൻസാ. ഒരു ഫാമിലിയിൽ 4 മെമ്പർ എന്തായാലും കാണും. അവര് ഒരു റോയിൽ ഇരിക്കാൻ പറ്റില്ല, അവർക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. പണ്ട് നമ്മള് ആറാതമുறை കാണാൻ പോയപ്പം ഇതുപോലെ അവസ്ഥയായിരുന്നു, നമ്മൾ പലയിടത്തായിരുന്നു. ആ പഴയ ഒരു കാര്യം നമ്മുടെ പുലിമുരുകൻ ഇറങ്ങിയ സമയത്ത് ടിക്കറ്റ് കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് ഓൺലൈൻ ബുക്കിംഗ് ഇത്രയും സജീവമായിരുന്നില്ല, നമ്മളെല്ലാം ടിക്കറ്റ് അവിടെ പോയി എടുക്കുന്നത്. അപ്പൊ നമ്മൾ ബ്ലാക്കിൽ വരെ ടിക്കറ്റ് തപ്പിയ സമയമുണ്ട്. ആ ഒരു സെയിം അവസ്ഥയാണ് ഇപ്പോൾ ഹരികൃഷ്ണൻസ് കാണാൻ പോയപ്പോ. എന്റെ ദൈവമേ, എക്സ്ട്രാ ചെയർ ഇട്ട് കാണേണ്ടി വന്നു. ചെയറല്ല, എക്സ്ട്രാ ബെഞ്ച്. എത്രയുള്ള ബെഞ്ചുണ്ട്, ആ ബെഞ്ച് എടുത്തോട്ട് ഒരു ബെഞ്ച് അങ്ങോട്ട് പോകുമ്പോൾ 35 പറഞ്ഞു. അതാണ് തിയേറ്ററുകാർ എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കുന്നത്. അതെ അതെ. ഇപ്പൊ അന്നെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല എക്സ്ട്രാ ഷോകൾ വെക്കില്ല. 4 ഷോയുടെ കളികൾ ഉണ്ടായിരുന്നു. പിന്നെ ലേറ്റ് നൈറ്റ് ചിലപ്പം വെക്കുമായിരിക്കും ഒരെണ്ണം കൂടെ. ഇപ്പൊ അങ്ങനെയല്ലേ, മാരത്തോൺ അതന്നെ ആണോ? ഒരു എക്സ്ട്രാ ഒരെണ്ണം കൂടെ കാണത്തുള്ളൂ. ഇപ്പൊ അങ്ങനല്ലല്ലോ, മാരത്തോണാ 4 മണിക്കൊക്കെ ഷോ വെച്ചേക്കും. പിന്നെ മൾട്ടിപ്ലക്സുകളിൽ ടിക്കറ്റ് ഇല്ല. അതാണ് അവസ്ഥ. ഇതാണ് മോഹൻലാലിന്റെ പോസിറ്റീവ് വന്നാൽ. എന്താണ് മോഹൻലാലിന്റെ പോസിറ്റീവ് വന്നാൽ സംഭവിക്കാന്ന് ആരാധകർ പറയുന്ന സാധനം ഇതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം. നമ്മളെ എത്രയൊക്കെ സസ്പെൻസുകൾ പറഞ്ഞാലും, കാരണം എന്ന് വെച്ചാൽ ഇതിന് റിപ്പീറ്റ് വാല്യൂ ഭയങ്കര കൂടുതലാണ്. മോഹൻലാൽ സിനിമകളുടെ അറിയാലോ, നമുക്ക് എന്താ മണിച്ചിത്രതാഴ് മുതൽ നാടോടിക്കാറ്റ് മുതൽ അങ്ങനെ കിടക്കുന്ന ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള കുറേ സിനിമകളുണ്ട്. നമ്മൾ സിനിമ ഇപ്പം ടി.വി വന്നാലും നമ്മൾ കുത്തിയിരുന്ന് കാണും. നമുക്ക് ഫ്രീ ടൈം ആണെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ മടുക്കത്തില്ല. അതേപോലെ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രമാണ് തുടരും എന്ന ചിത്രം. ഇനി നമുക്ക് എത്ര വേണമെങ്കിലും കാണാം, ഇനിയും ഞങ്ങൾ പോകും. അതെ അതെ, റിപ്പീറ്റ് വാല്യൂ ഭയങ്കരമാണ്. ഇനി ഒരു പ്രാവശ്യം കൂടെ എന്തായാലും 1, 2 ചിലപ്പോൾ അറിയാൻ പറ്റുന്നില്ല എത്ര പ്രാവശ്യം പോകുമെന്ന്. ബട്ട് ഈ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം, ഈ എന്താ പറയുക, കിട്ടാത്തവരുണ്ടല്ലോ കുറേ പേര്, അവരൊക്കെ ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ എന്തായാലും തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും പോകണമെന്നാണ്. ഹാപ്പി എൻഡിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയത്തില്ല, ഹാപ്പി എൻഡിങ് ഉള്ളെങ്കിൽ സിനിമ വിജയിക്കും എന്നൊക്കെ പറയുന്നത്. ഇത് ഹാപ്പി എൻഡിങ് അല്ല, പക്ഷെ ഇമോഷണലി നമ്മളെ എവിടെ നിർത്തിയോ, കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല, ആ വിങ്ങുന്ന. പക്ഷെ എന്നിട്ടും അവർ ആ ചിത്രത്തിന് സംതൃപ്തരാണ്. അത് ചില ആൾക്കാർ എനിക്ക് ഞാൻ എന്താണ് ആഗ്രഹിച്ചത് ആ ലാഡലേറ്റിന് എനിക്ക് കാണാൻ പറ്റി, 100 കോടി അടിക്കുമോ എന്നുള്ളതൊന്നും എന്റെ വിഷയമല്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരാള്. ചേച്ചി നമ്മുടെ സ്വന്തം ലാലേട്ടനല്ലേ എന്ന് പറയുന്ന ചേച്ചി, അങ്ങനെ ഒരു ചേച്ചി 60 വയസ്സുള്ള പ്രായമായ പിന്നെ അമ്മുമ്മമാര്, അതെ, അവരൊക്കെ വന്ന് എന്റെ മോനെ കാണാനായിട്ടാണ് വന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വികാരമാണ്. അതെ, മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ഇമോഷനാണ്. അതാണ് ഇത്രയും നാള് പഴയ പടങ്ങളിലും ആ ബ്രാൻഡ് വാല്യൂമാണ് മുതലാക്കാൻ നോക്കിയത്. ഇനി മോഹൻലാൽ എന്ന നടൻ ഇത് മനസ്സിലാക്കും. അല്ല, അങ്ങനെ നമ്മളെ എനിക്കൊന്നും ഇനി മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകൾക്കൊക്കെ ഒരു ഗ്യാരണ്ടി ഫീൽ തരാൻ പറ്റും. കാരണം മോഹൻലാൽ ചൂസ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും ഇതായിരിക്കും അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഇത്ര നാള് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അല്ല, നടന്റെ ബ്രാൻഡ് വാല്യൂ ആണ് എല്ലാവരും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ എക്സ്പ്ലോർ ചെയ്ത ഒരു പടമാണ്. അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റും അതിന് കൂടുതൽ ചൂഷണം ചെയ്ത് അയാളിലെ നടനെ കൂടുതൽ പുറത്തെടുക്കാൻ അറിയാവുന്നൊരു ഡയറക്ടറാണ്. പുതിയ മേക്കേഴ്സ്, അതെ, അവർ വരണം. അതെ, പുതിയ മേക്കേഴ്സ്. തന്മൂർത്തി അതിൽ 150% വിജയിച്ചിട്ടുണ്ട്. ഫാൻ ബോയ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഫാൻ ബോയ്. അതെ. പിന്നെ ഒരു കാര്യം അവസാനം പറഞ്ഞു തീർക്കാനായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നമുക്ക് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരേ ഒരു രാജാവേ ഉള്ളൂ, വേറെ ആരുമല്ല, അത് മോഹൻലാൽ. തുടരും.